മൃഗം. ലോകം. നീ വെയിറ്റർ, വെയിറ്റർ, ഒരു കപ്പ് നല്ല കാപ്പി കൊണ്ടുവരും. കാപ്പിയോ? വേണ്ട, വിഷ്കി. ഒരു കുപ്പി വിഷ്കി. വേഗം കാപ്പി കൊണ്ടുവരും. കുടിക്കൂ. ആജ്ഞയാണോ? ആരെയും അനുസരിക്കാത്തവനാണ് ഞാൻ, അറിയാമോ? അപേക്ഷയാണ്. കാപ്പി കുടിക്കൂ, എന്നിട്ട് എന്റെ കൂടെ വരൂ. ഇല്ല, എനിക്ക് മരിക്കണം. ശല്യപ്പെടുത്താതെ പോ. എന്റെ പൊന്നു സാറേ, ഒന്ന് പിടിച്ചോണ്ട് പോണം, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ശല്യമുണ്ടാക്കും. വരൂ, എന്നെ വിട്. വരൂ. വിടന്നെ. അടക്കു മനുഷ്യൻ. ശല്യം പോയല്ലോ. ഇങ്ങനെ ഒരു കുടിയുണ്ട്. കുടിച്ചല്ല അത്രയും മുടിച്ചത്. ഈയിടെ ഇങ്ങോട്ട് വരാറില്ലായിരുന്നു. അങ്ങനെ വരും. കയ്യിൽ പൈസ ഉണ്ടായാലും ഇങ്ങോട്ട് വരാനൊക്കെ. കുടിച്ച് തറവേറ്റ് കഴിയെന്നാ പറയണത്. പിന്നെ കുടിക്കാൻ കാറ്റെവിടെ നീയാക്ക്? ഭാര്യയുടെ കെട്ടുകാലി പറിച്ച് പടയാൻ വെച്ചിരിക്കും. അല്ലാതെ എവിടെ നിന്ന്? ഏതായാലും ശല്യം തൊലഞ്ഞു പോയല്ലോ ഇവിടെ നിന്ന്. ഇനി പറയൂ ഗോപി, അതൊരു നീണ്ട കഥയാണ്. എനിക്കത് കേൾക്കണം. പറയൂ. എന്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. ഒരു വലിയ സ്വത്തിന്റെ ഉടമസ്ഥനായി തീർന്ന ഞാൻ മദ്യത്തിന്റെയും മതാലസകളുടെയും മായാവലയത്തിൽ കുടുങ്ങി ഒരു മുടിയനായ പുത്രനായി തീർന്നു. ഉത്സവം, മതിരോത്സവം, ഈ ജീവിതം ഒരു മതിരോത്സവം. ഉത്സവം, ഉത്സവം, മതിരോത്സവം, ഈ ജീവിതം ഒരു മതിരോത്സവം. ഉത്സവം, ഉത്സവം, മതിരോത്സവം.
ജീവിതം ഒരു മതിരോത്സവം ഉത്സവം ഉത്സവം മതിരോത്സവം വെളിയിൽ പ്രൈവറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? അതുകൊണ്ടല്ലേ ധൈര്യമായി കയറി വന്നത്. പെണ്ണുങ്ങളുടെ പ്രൈവറ്റ് റൂമിൽ കയറാൻ ആണുങ്ങൾക്ക് എന്ത് കാര്യം? ആണുങ്ങളുടെ പ്രൈവറ്റ് റൂമിൽ കയറിയിട്ട് വല്ല പ്രയോജനവുമുണ്ടോ? നാണമില്ലല്ലോ ഇങ്ങനെ നോക്കി നിൽക്കാൻ. ഇങ്ങനെ നോക്കി നിന്നിട്ടും നാണിക്കുന്നില്ലല്ലോ. ഞാൻ തോറ്റു. വരണം, ഇരിക്കണം. മാലിനി, ഇന്നത്തെ നൃത്തം ഒന്നാന്തരമായി. സത്യം പറഞ്ഞാൽ ഞാൻ ഇളകിപ്പോയി. അതായിരിക്കും നേരെ ഇങ്ങോട്ട് തന്നെ പോന്നത്. സംശയമെന്ത്? നേരിൽ കണ്ട് അഭിനന്ദിക്കാൻ. നാക്കുകൊണ്ടുള്ള അഭിനന്ദനം കേട്ടാൽ വയറ് നിറയുമോ? തുടങ്ങി. എന്റെ മാലിനി, നിനക്ക് എന്ത് വേണം? നിന്റെ ഏതാവശ്യവും സാധിച്ചു തരാൻ ഞാൻ ഒരിക്കലെങ്കിലും മടിച്ചിട്ടുണ്ട്. ഇതാ, ഇപ്പൊ തൃപ്തിയായോ? ഇനിയൊന്ന് ചിരിക്കൂ. പണത്തിന് വേണ്ടി പുഞ്ചിരിക്കുന്നവളല്ല ഈ മാലിനി. കോടീശ്വരന്മാർ പണസഞ്ചിയുമായി പുറകെ നടന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത ഞാൻ കീഴടങ്ങിയത് അങ്ങയുടെ മുമ്പിൽ മാത്രമാണ്. എനിക്കതറിയാം മാലിനി. അതുകൊണ്ടല്ലേ എല്ലാ പേരും എതിർത്തിട്ടും ഞാൻ സകലവും നിന്റെ കാൽക്കൽ കാഴ്ചവെക്കുന്നത്. മാലിനി, നിന്റെ അരികിലെത്തുമ്പോൾ ഞാൻ മറ്റുള്ളതെല്ലാം മറന്നുപോകും. എന്റെ ജീവിതത്തിൽ ആനന്ദം പകരുന്ന ദേവതയാണ് സൗന്ദര്യത്തിന്റെ ദേവത. ഗോപിയെ ഇതേവരെ കണ്ടില്ലല്ലോ മോളെ. നേരം പാതിരാത്രിയായി. നമ്മുടെയൊക്കെ തലയിലെഴുത്ത്, അല്ലാതെ എന്ത് പറയാനാമ്മേ? അവൻ വരുമ്പോ വരട്ടെ. ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിഞ്ഞു. എസ്റ്റേറ്റിലെ വരുമാനം മാത്രമല്ല, കിട്ടാവുന്നിടത്ത് മുഴുവൻ കടവും മേടിച്ച് കണ്ട പെണ്ണുങ്ങൾക്കും കളി ഷാപ്പിലും കൊണ്ടുപോയി ചെലവാക്കിയാൽ ഭാവി എന്തായി ചെയ്യും? അച്ഛന്റെ മകൻ തന്നെ അവൻ. മരിച്ചുപോയ അമ്മാവൻ എന്തിനു പറയുന്നു? ഈ സ്വത്തൊക്കെ അദ്ദേഹം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതല്ലേ? ഈ വൻപിച്ച സ്വത്ത് മുഴുവൻ അവന്റെ പേർക്ക് എഴുതി വെച്ചതല്ലേ ഈ കുഴപ്പത്തിനെല്ലാം കാരണം? അവനെ കൊണ്ടൊരു വിവാഹം കഴിപ്പിക്കാതെ ഈ സ്വഭാവത്തിനൊരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ പിന്നെ നിനക്ക് അവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചുകൂടെ? എന്നോടെന്താ ദേഷ്യപ്പെടുന്നത്? ഒന്നാമത്തെ കാര്യം, ഇവന്റെ സ്വഭാവവും നടപടികളും അറിയാവുന്ന ഒരുത്തനും ഇവന് കൊണ്ടുകൊടുക്കേ. എത്രയോ നല്ല ആലോചനകൾ വന്നാണ് അവസാന നിമിഷം. രാധേ, നീ എന്തിനു ഉറക്കം വളയ്ക്കുന്നു? പോയി കിടന്നുറങ്ങടി. ഇവന്റെ പ്രവൃത്തി ദോഷം നിമിത്തം രാധയ്ക്കും ഒരാലോചനക്കാരും അടുക്കുന്നില്ല. അമ്മായി എന്തിനു കരയുന്നു? എല്ലാം കർമ്മദോഷം. ആ പെണ്ണിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ. ഇതാ, പ്രായമായതിൽ പിന്നീട് ആദ്യമായിട്ടാണ് ഞാൻ ഒരു പുരുഷന് പ്രതിഫലമായി പണം കൊടുക്കുന്നത്. പണം കൊണ്ടെറിഞ്ഞാലേ പണത്തിൽ കൊള്ളും. കടക്കണ്ണെറിഞ്ഞ് എന്തും നേടാമെന്ന് കരുതണ്ട. എങ്കിലും എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുമെന്ന് ഞാൻ തീരെ കരുതിയില്ല. അതിനെന്ത്? ഞാനൊരു പണം കഴിക്കുന്ന മരമല്ലേ മാലിനിക്ക് തന്നത്? നോക്കൂ, ഗോപി ലക്ഷപ്രഭുവാണ്. മാലിനി ഒന്ന് മനസ്സ് വെച്ചാൽ
ആ മഠയൻ സകലതും ഈ കാൽക്കൽ കാഴ്ചവെക്കും. കിട്ടുന്നതിനെല്ലാം കമ്മീഷൻ തരണമായിരിക്കും. അത്യാവശ്യത്തിന് കുറച്ച് പണം മേടിച്ചെന്ന് വിചാരിച്ച് ഞാൻ ഇന്നും പണം ചോദിക്കൂ. അതും മാലിനിയോട്. അത് ശരി, പണം മാത്രം പോരായിരിക്കും അല്ലേ? കണ്ടില്ലേ കുടിച്ചു വെച്ച് പാതിരാത്രിക്ക് കയറി വന്നിരിക്കുന്നത്. കുടിയന് രാത്രിയെന്നുണ്ടോ പകലെന്നുണ്ടോ? അതെ അതെ, ഈ ചേട്ടനാണ് കുടിച്ചത്. മതി മതി, സുഖമില്ലാത്ത ഈ അമ്മയോട് നിനക്ക് അല്പമെങ്കിലും സ്നേഹമുണ്ടോടാ? സ്നേഹം ഭഗവാനെ, ഇവന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ. ആ വക്കീൽ സാർ നീ തന്നെ എഴുത്. എന്താ ആ കുട്ടിയുടെ പേര്? സതീന്ന്. ആ സതി. ഗോപിയെ കൊണ്ട് സതിയെ വിവാഹം കഴിപ്പിക്കുന്നതിന് സമ്മതമാണെങ്കിൽ ആ കാര്യം ആലോചിക്കാം. സമ്മതമാണെന്നല്ലേ എന്നോട് നാൾ പറഞ്ഞത്. എങ്കിൽ ഉടനെ എഴുത്, നേരിട്ട് ചെന്ന് പറഞ്ഞാലും തിരക്കേടില്ല. ഏതായാലും ഈ വിവാഹത്തോടെ അവന്റെ സ്വഭാവം നന്നാവുമെന്നാണ് എന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. Yes, sir. താങ്ക് യു സർ. ജോലി കഴിഞ്ഞിട്ട് വർത്തമാനം എന്താ? യെസ് സർ. ഒപ്പിടണോ മുദ്ര വെക്കണോ? ശരി, മുദ്ര തന്നെ വെച്ചേ. ഇനി കാര്യം പറയും. ശമ്പളം കൂട്ടിയതിന് താങ്ക്സ്. കൊള്ളാം, താങ്ക്സോ. പ്രേമിക്കല്ലാതെ പിന്നെ ആർക്ക് കൂട്ടാൻ? ജോലി നടക്കട്ടെ, ഞാൻ പിന്നെ വരാം. ചേട്ടൻ വല്ലതും കണ്ടോ എന്തോ? ബാസ് ഇങ്ങനെ ഭയപ്പെടുന്നതിന് അദ്ദേഹം ഇവിടുത്തെ വെറും അക്കൗണ്ടന്റ് അല്ലേ? കൂലി കിട്ടിയിട്ട് ഇപ്പൊ ദിവസം എത്രയായി? നിങ്ങളുടെ വൈഷമ്യങ്ങളൊക്കെ ഞാൻ പണിക്കർ സാറിനോട് പറഞ്ഞു. പണം തീരെയില്ലെന്നാണ് അങ്ങനെ പറയുന്നത്. കൈ കിട്ടുന്നതൊക്കെ കണ്ട പെണ്ണുങ്ങൾക്ക് വാരിക്കോരി കൊടുത്താൽ പിന്നെ എവിടെ നിന്ന് കാണും? അതെ, പെണ്ണുങ്ങൾക്കോ? പണിക്കർ സാറോ? പണിക്കർ സാറല്ല, ഗോപി മുതലാളി. ഓഹോ, അങ്ങനെയാണോ പണമെല്ലാം പോകുന്നത്? അങ്ങാടി പാട്ടല്ലേ ആശാനെ ഇത്? ആഫീസിനകത്ത് ശമ്പളക്കൂടുതൽ കൊടുക്കുന്നത് മുഴുവനും കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾക്കാ. ആണുങ്ങള് എത്ര കഷ്ടപ്പെട്ടാലും അത് മുതലാളി അറിയത്തില്ല. ആ ദേ വരുന്നു മുതലാളിയുടെ ചിങ്കിടി, ഒന്ന് ചോദിച്ചാട്ടെ. ഇങ്ങോട്ട് വരണം. എന്നെ ആയിരിക്കും. അതെ, ഞാനേ എക്സ്പ്രസ് ആയിട്ട് ഒരു വഴി വരെ പോവാ. ഒന്ന് നിക്കണ കൊടുത്തേ കൊളുത്തോ. ആഹാ, ഒരു ഞാൻ റീസൺ പറഞ്ഞല്ലോ. മുതലാളി വിളിച്ചാലൊക്കെ നീ ഒന്നും വിളിക്കണ്ട. വിളിച്ചാൽ എന്താ ചെയ്യൂടാ? ആഹാ, ഏതാന്നും പറ്റുവാ. അതെ, താൻ എന്തോ ചെയ്യും? ആ അത്രയ്ക്കായോ? ആഹാ, തരിക്ക് സ്വല്പം തരി കൂടുതലായതുകൊണ്ട് ഇപ്പൊ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. തന്റെ തടി എന്തെങ്കിലും കുറയുമല്ലോ, അന്ന് ഞാൻ ചോദിച്ചോളാം. എടോ, തന്റെ മുതലാളിയുടെ തോന്നിയാസങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുന്നത് താനാണെന്നാണല്ലോ ഇവരെല്ലാം പറയുന്നത്. ആണെങ്കിൽ ആർക്കാ നഷ്ടം? എന്റെ ഇഷ്ടമാ. നാണം കേട്ടോ. സമ്മതിച്ചു, എനിക്ക് ഇത്തിരി നാണം കുറവാ. നാണം കൊണ്ട് ഇരുന്നാലേ വൈദ്യ കാറ്റ് കയറും. എടോ, താനൊരു തൊഴിലാളിയല്ലേ? തനിക്ക് മറ്റുള്ളവരെ പോലെ മാനമായി ജോലി ചെയ്ത് ജീവിച്ചാൽ പോരെ? സാറേ, നമ്മളെ വിട്ടേ
നിങ്ങൾ നേതാവും സഖാക്കളും ഒരുമാതിരി പറഞ്ഞോണ്ടല്ലോ. എന്താടാ നീ ഓടിയില്ലേ? ഓടില്ലെന്ന് ചോദിച്ചാൽ ഞാൻ ഓടും. ആഹാ, എന്റെ മുതലാളിയെ കൊണ്ട് നിന്നെയൊക്കെ അടുപ്പിച്ചില്ലെങ്കിൽ നോക്കിക്കും. ആഹാ, അത്രയ്ക്കാണ്. നീ എന്നിട്ട് മുതലാളി ഓടാ. ക്ഷമിക്കണം, ഒരു അത്യാവശ്യ കാര്യം അറിയിക്കാനാണ് ഞാൻ വന്നത്. എന്താണ്? തൊഴിലാളികൾക്ക് ഈ ആഴ്ച കൂലി കൊടുത്തിട്ടില്ല. കൊടുക്കാൻ ഏർപ്പാട് ചെയ്യണം. മാനേജറുടെ ജോലിയല്ലേ അത്. എന്നെ ശല്യം ചെയ്യുന്നതിന്. പണമില്ലാതെ എങ്ങനെ കൊടുക്കും? പണമില്ലെന്നോ? ഇല്ലെന്നാണ് പണിക്കർ സാർ പറഞ്ഞത്. ശരി, താൻ പോയിക്കൊള്ളു, ഞാൻ ഏർപ്പാട് ചെയ്യാം. എന്താ ഗോപി? ഞാൻ വന്നത് ഇരിക്കൂ. എന്താ? തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണ്ടേ? പണമില്ലെന്ന് അറിഞ്ഞുകൂടി എന്നിട്ടാണോ അനങ്ങാതിരിക്കുന്നത്? ബാങ്കിൽ നിന്നും കുറച്ച് പണം കടം വാങ്ങണം. എത്ര നാളിങ്ങനെ കടം വാങ്ങി കൂലി കൊടുക്കാൻ സാധിക്കും? അതൊക്കെ ആലോചിച്ചിരുന്നാൽ തൊഴിലാളികൾ സമ്മതിക്കുമോ? ഇത്തവണ കൂടി കടം വാങ്ങിയേ പറ്റൂ. അടുത്ത തവണ എല്ലാം ശരിയാക്കാം. ഞാനല്ലേ പറയുന്നത്. ദയവായി ചേട്ടൻ ഇപ്രാവശ്യം കൂടി സഹായിക്കണം. ഗോപി, ശരിയായി ഈട് കൊടുക്കാതെ ബാങ്കുകാർ ഇനി പണം തരില്ല. എന്ത് വേണമെങ്കിലും ഈട് കൊടുക്കാം. ഈ എസ്റ്റേറ്റ് തന്നെ ഈട് കൊടുക്കാം. പോരെ? എങ്ങനെയെങ്കിലും പണം കിട്ടിയാൽ മതി. തർക്കം പറയാതെ പോകണം ചേട്ടൻ. ചേട്ടൻ പോകണം. എടോ കൊടുത്തേ. എന്തോ തന്നെ കൊണ്ടൊരു കാശിന് കൊള്ളില്ലല്ലോ. മുതലാളി ഇങ്ങനെ പറഞ്ഞാൽ ഈ കൊളുത്ത് കേളുവിന് കരച്ചിൽ വരും. തനിക്ക് ആരാടോ ഈ കൊളുത്തുന്ന പേരിട്ടത്? എന്തോ വാടോ. എടോ കൊളുത്തേ കൊളുത്തേ. എന്തോ ആ പെണ്ണേതാടോ? അത് പിന്നെ പെണ്ണ ആണല്ലോ. അല്ലേ ഇത് അസൽ പെണ്ണ. വാടോ. കണ്ടിട്ട് കൊള്ളാമല്ലോട്. അയ്യോ മുതലാളി, അത് പിന്നെ തനിക്കെന്തൊരു വെപ്രാളം? പരിചയമുണ്ടോ? ഉണ്ടേ. ഭേഷ്. എവിടെ താമസം? ഇവിടെ അടുത്ത. എനിക്കൊന്ന് പരിചയപ്പെടണം. അവളൊരു രസികത്തിയാണെന്ന് തോന്നുന്നു. എന്താ? അയ്യോ മകളി, അവള് അത് തുടങ്ങി. എടോ, നാളെ രാത്രി എനിക്ക് അവളെ കാണണം. നല്ല ലാഭമുള്ള കാര്യമാണെന്ന് പറഞ്ഞേക്ക്. ഇത് കൊടുക്ക. പോയിട്ട് വാ. കൊടുക്കാം. ജോലിസ്ഥലത്ത് നോക്കി നിൽക്കുന്നെന്തിനാ? ഒന്നുമില്ലടി, എന്റെ ഭാര്യയായി നിന്നെ ഒന്ന് കാണാൻ വന്നു. അത് വീട്ടിൽ വരുമ്പോ കണ്ടാ പോരെ? ഞാനും മുതലാളിയായിട്ടൊന്ന് നടക്കാൻ പോവാ. കഴിഞ്ഞ വരും. കൊടുത്തു. എല്ലാം പറഞ്ഞു. കൊടുത്തു. എല്ലാം പറഞ്ഞു. പോ. അങ്ങോട്ടേക്ക് മാറിക്കും. പോ. നിൽക്കൂ. എവിടെ പോകുന്നു? നിങ്ങളുടെ യജമാനെ കാണാൻ. എന്റെ യജമാനോ? മനസ്സിലായില്ലേ? ഈ എസ്റ്റേറ്റിന്റെ പ്രൊപ്പറേറ്റർ ഗോപിയെ. നിങ്ങൾ? ഞാനോ? അതെ. നിങ്ങൾ ആരാണ്? പേരെന്ത്? എവിടെ നിന്ന് വരുന്നു? പ്രൊപ്പറേറ്ററെ കാണേണ്ട ആവശ്യം ഇതെല്ലാം പറയേണ്ട കാര്യമില്ല. പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. എങ്കിൽ അകത്തേക്ക് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആഹാ, നോക്കൂ, ഞാൻ ആരാണെന്ന് അറിയാമോ? മര്യാദ കേട്ടോ. എന്തു പറഞ്ഞടി? ഇറങ്ങി പോടി വഴി. ആഹാ, അത്രയ്ക്കായോ? എന്നെ ഇറങ്ങാൻ പറയാൻ നീ ആരാടി? വേലക്കാരിപ്പൻ എന്നെ കല്ലുന്നത് കണ്ടിട്ട് വരൂ അകത്തേക്ക്. ചെടി, നിന്റെ ചെവിയെ നുള്ളിക്കൊടി. നീ നുള്ളിക്കൊടി. മിണ്ടാതിരിക്കല്ലേ പറഞ്ഞത്? ആ വേലക്കാരിപ്പന്റെ അഹങ്കാരം കണ്ടില്ലേ? അവളെ വരട്ടെ, വേണ്ടതുപോലെ ഞാൻ ചെയ്യാം. ഇരിക്കും മാറ്റി. ഇരിക്കൂ.
പിന്നെ മാലിന് വന്നെന്തിനെന്ന് പറഞ്ഞില്ലല്ലോ. അന്ന് പറഞ്ഞ രൂപ ഉടനെ വേണം. ആ വസ്തുവിന്റെ ആൾക്കാർ ഇന്ന് ഉച്ചയ്ക്ക് വരും. ബാക്കി പണം ഇന്ന് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പണത്തിന് പണം വേണ്ടായോ മാലിന്? തോട്ടത്തിലെ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ പോലും പണമില്ല. അവരുടെ കൂട്ടാണോ ഞാൻ? എന്നല്ല പറഞ്ഞത്. കൂലി കിട്ടാത്തതിന് തൊഴിലാളികൾ ബഹളം തുടങ്ങിയിട്ട് 1-2 ദിവസമായി. പണം ഉണ്ടായിരുന്നെങ്കിൽ അതിന് സമ്മതിക്കുമായിരുന്നോ? എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. ഇന്ന് 5000 രൂപ കൊടുത്തില്ലെങ്കിൽ വസ്തു നഷ്ടപ്പെടും. ഗോപിയുടെ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ എന്റെ കയ്യിലിരുന്ന പണം മുഴുവൻ അഡ്വാൻസായി കൊടുത്തത്. പണമില്ലാതെ ഞാൻ എന്ത് ചെയ്യും മാലിന്? കുറച്ച് ദിവസം കൂടി ക്ഷമിക്കൂ. എവിടുന്നെങ്കിലും. അതൊന്നും പറഞ്ഞാ പറ്റില്ല. വലിയ എസ്റ്റേറ്റ് മുതലാളിയായിട്ട് 5000 രൂപയ്ക്കാണോ വിഷമം? ചേട്ടാ, ഇതെന്റെ ക്ലാസ്മേറ്റ് ആണ്. ഗോപി തനിച്ചാണെന്നാണ് ഞാൻ കരുതിയത്. പോയ കാര്യം എന്തായി? അതാ 5000 രൂപയാണ്. വളരെ വിഷമിച്ചാണ് കിട്ടിയത്. ശരി, ചേട്ടൻ ആ തൊഴിലാളി നേതാവിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ തൽക്കാലം ഇതുകൊണ്ട് സമാധാനിപ്പിക്കാം. ഇതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. കൃത്യം 5000 രൂപ. മാലിനി പറഞ്ഞതെല്ലാം കേട്ടില്ലേ? ആ പണം തൊഴിലാളികൾക്ക്. അവന്മാർക്ക് പിന്നെ കൊടുക്കാന്നേ. ഇത് എന്റെ ആവശ്യത്തിന്. ബൈ ഡാർലിംഗ്. മാലിനി, എന്താ? പണിക്കർ സാർ പറഞ്ഞയച്ചു വന്നതാണ്. ഓഹോ, തൊഴിലാളികളുടെ ശമ്പളത്തിനായിരിക്കും. 2-3 ദിവസത്തിനകം തന്നു തീർക്കാം. അതുപോലെ ഒരാഴ്ചയായി അവർക്ക് കൂലി കിട്ടിയിട്ട് അവരുടെ കുടുംബം മുഴുവൻ പട്ടിണിയിലാണ്. അതിന് ഞാനെന്ത് വേണം? കയ്യിൽ പണമുണ്ടാകാതെ കൂലി തരാൻ പറ്റുമോ? കയ്യിലുള്ളത് കണ്ണിൽ കണ്ടവർക്ക് കൊടുത്താൽ അതെന്റെ സ്വന്തം കാര്യം. ഞാനാണ് ചോദിക്കാൻ. വേല ചെയ്തതിന്റെ കൂലിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. തൽക്കാലം പണമില്ല, ഉണ്ടാകുമ്പോൾ തരും. അതുവരെ കാത്തിരിക്കാൻ തൊഴിലാളിക്ക് സാധ്യമല്ല. ആഹാ, എന്നാൽ ഉടനെ മേടിക്കുന്നു കാണണമല്ലോ. നിർബന്ധമാണെങ്കിൽ കാണിച്ചു തരാം. സാറേ, തൊഴിലാളി എങ്ങും തോറ്റിട്ടില്ല, ഇനി തോൽക്കുകയുമില്ല. ഓർമ്മയിരിക്കട്ടെ. ഗോപി, എന്താണിത്? ആ തൊഴിലാളികൾക്ക് കൂലി കൊടുത്തില്ലേ? ഇല്ല. ഇല്ലേ? അതിനല്ലേ ഞാൻ പണം കൊടുത്തത്? അത് ഒരു അത്യാവശ്യത്തിന് കൊടുത്തു. എന്ത്? കൂലി കൊടുക്കുന്നതിനും വലിയ അത്യാവശ്യമോ? അതെ, എന്റെ സ്വന്തം ഒരാവശ്യം. ഗോപി, ഒന്നും പറയണ്ട, ആ പണം ഞാനെടുത്തു. വേറെ പണമുണ്ടായിട്ട് കൂലി കൊടുക്കാം. ഓഹോ, ഞാൻ എത്ര വിഷമിച്ചാണ് ആ പണം ഉണ്ടാക്കിയെന്ന് ഗോപിക്ക് അറിയാമോ? ഇനി എല്ലാം നീ തന്നെ നോക്കി നടത്തിക്കോ. എന്നൊന്നിനും വിളിച്ചേക്കരുത്. അയ്യേ, നിങ്ങൾക്ക് നാണയില്ലെങ്കിൽ എനിക്കുണ്ട്. അത് പിന്നെ എനിക്കറിയാൻ പാടില്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? നീ ഇഷ്ടം പോലെ നാണിക്കും. പക്ഷേ 10 പൈസ കിട്ടാനുള്ള വഴി അടയ്ക്കരുത്. നിങ്ങൾ എന്തോന്നായി പറയുന്നത്? വല്ലവരും കേട്ടാ എന്തോ വിചാരിക്കും? കണ്ടവന്റെ മുമ്പിൽ കൊഞ്ചാനും കുഴയാനും സ്വന്തം ഭാര്യയോട് പറയുന്നത്. പിന്നെ വല്ലവരുടെയും ഭാര്യമാരോട് പറയാൻ ഒക്കുമോ? ഇങ്ങോട്ട് നോക്കിക്കേ. മുതലാളി ഒരു പെങ്കൂടിയനാ. അയാളുടെ മുമ്പിൽ ഒരു കൊച്ചു നാടകം അഭിനയിച്ചാൽ 5-6 പച്ചനോട്ട് നമ്മുടെ കയ്യിലാ. ഞാൻ എന്തോ വേണം? അയാളെ കാണുമ്പം ഒന്ന് നാണിക്കണം. പിന്നെ ഒരു പുഞ്ചിരി പാസാക്കണം. പിന്നെ ഒരു കണ്ണേർ. ബാക്കി കാര്യം ഞാനേറ്റു. ഇത് അപകടമാകുമേ. ഓ കുന്തം, ഞാൻ പറയുന്ന പോലെ നീ അങ്ങ് അഭിനയിച്ചാൽ മതി. പണിക്കരെ കണ്ട നാളെ മറന്നല്ലോ. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? എന്ത് ചെയ്യാം? അലക്കൊഴിഞ്ഞിട്ട് പെണ്ണ് കെട്ടാൻ നേരമില്ലെന്ന് പറഞ്ഞതുമാതിരിയാ എന്റെ സ്ഥിതി. വന്നാലും നിൽക്കാതിരിക്കുക. സരി, കാപ്പി. ഇതാ വരുന്നു. ലക്ഷ്മിയോട് ചെല്ല്. അമ്മാവ, ഞങ്ങൾ വന്നത് ആ കല്യാണക്കാരി ഉറപ്പിക്കാനാണ്. ലക്ഷ്മി, ആ കാര്യത്തെ കുറിച്ച് ഞാനും ആലോചിച്ചു. പക്ഷേ എന്താണ് അമ്മാവ? തുറന്നു പറയുന്നതിൽ പരിഭവിക്കരുത്. ഗോപിയുടെ സ്വഭാവം മോശമാണെന്നാണ് പലരും പറയുന്നത്. ഗോപി നന്ന ചെറുപ്പം, നിയന്ത്രിക്കാൻ ആരുമില്ല. അമ്മാവി തൂക്കെടുകായി. ഈ പരിസ്ഥിതിയിൽ അല്പസ്വല്പ പാകപ്പുകൾ ആർക്കാണ് വന്നുകൂടാത്തത്? വിവാഹം കഴിയുന്നതോടെ അവന്റെ ജീവിത രീതി പാടെ മാറുമെന്നത് നിശ്ചയമാണ്. മാറിയില്ലെങ്കിൽ എന്റെ മകളുടെ ഗതി എന്താവും? അതുകൂടെ ആലോചിക്കണമല്ലോ. സതി ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല അമ്മാവ. എന്തോ ഈ കാര്യത്തിൽ അവളുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം. ശരി,
ഞാൻ അവളോട് ചോദിക്കാം. സതി, എന്താണ് ചേച്ചി? സതി, ഞങ്ങൾ വന്നതെന്തിനാണെന്ന് അറിയാമോ? അന്നത്തെ ആ കല്യാണം ഉറപ്പിക്കാനാണ്. ഞാൻ എന്ത് പറയാനാണ് ചേച്ചി? നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറയണം. ചേച്ചി, പിന്നെ അദ്ദേഹത്തെ പറ്റി പലതും പറയുന്നുണ്ടല്ലേ? എനിക്കതറിയാം. പക്ഷേ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. ഗോപി നല്ലവനാണ്. ചെറുപ്പത്തിൽ സ്വതന്ത്രമായി ജീവിച്ചതുകൊണ്ട് കുറച്ചൊക്കെ വഴി തെറ്റിയെന്ന് വരും. വിവാഹത്തിന് ശേഷം എല്ലാം നേരെയാകുമെന്നാണ് എന്റെ വിശ്വാസം. ചേച്ചി, അത് സംശയിക്കേണ്ട. സതി, ഞാനല്ലേ പറയുന്നത്. എന്റെ അനിയനെ എനിക്കറിഞ്ഞുകൂടെ? അവന്റെ ഭാവി നിന്റെ കയ്യിലാണ്. എനിക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നീ വിവാഹത്തിന് സമ്മതിക്കണം. ശരി ചേച്ചി. അമ്മാവ, സതി സമ്മതിച്ചു. ഉള്ളതാണോ മോളെ? അച്ഛൻ ഇഷ്ടമാണെങ്കിൽ. നിന്റെ ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം. അപ്പോഴിനി മുഹൂർത്തം നിശ്ചയിക്കാമല്ലോ. കുഴക്കണം. കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കണം. ഇല്ലേ ഒറ്റ അങ്ങനെ കുടിക്കണം. കുളത്തെ എന്തോ താൻ നല്ലവൻ, യോഗ്യൻ. തന്നെ ഞാൻ ഈ തോട്ടത്തിന്റെ മാനേജറാണ്. അയ്യോ മുതലാളി, അങ്ങനെ ചെയ്ത് കളയരുതേ. ഞാനുണ്ടോ തനിക്ക്? എടോ കുളത്തെ എന്തോ എണീക്കടോ, എണീക്കടോ. കുളത്തെണീറ്റ് നടക്കും. കുളത്ത് നടക്കുന്നു. നടക്കണോ മുതലാളി? മുതലാളി അവിടെ പോയിരിക്കും. എവിടെ മുതലാളി പറഞ്ഞ കുളത്ത് അവിടെ പോയിരിക്കും. എടോ കൊളുത്തെ, എഴുന്നേൽക്കടോ. ഇവിടെ നിന്ന് ഉറങ്ങുന്നതിനാ? ഇത് എന്തൊരു ചോദ്യമായി ചങ്ങാതി? ഈ ഇരിപ്പ് വേണ്ടാത്തിന് സ്പഷ്ടമല്ലേ? ഒരു ഉപശാപല്ലയോ ഇരിക്കുന്നു. എടോ കൊളുത്തെ, എഴുന്നേൽക്ക്. അകത്ത് പോയി കിടക്ക്. ഞാൻ എവിടാ? തന്റെ വീട്ടിലെ വാഴത്ത് തന്നെ. ഇവിടം വരെ എങ്ങനെ വന്ന് പറ്റി? എന്റെ വീട്. അതേടോ തന്റെ വീട് തന്നെ. അയ്യോ, ചതിച്ചോ? എടി എടി തുറക്കടി. എടി എടി മഹാഭാവി, ദ്രോഹി, വഞ്ചകി. എടി അയ്യോ തുറക്കടി. ചതിച്ചോ? അയ്യോ, എന്തു പറ്റിയടോ? ആര് ചതിച്ചു? എടി അവളും അയാളും. ഒന്നുമില്ല. അയ്യോ ഒന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. അത് വേണം. ഞങ്ങളെ ഒളിക്കാൻ ശ്രമിക്കുന്നു. ഏറയാൾ. അയ്യോ അയാളോ? ഒരയാളുമില്ല. ഞാൻ തലക്കിരക്കില്ല. അയാളൊക്കെ പറഞ്ഞു പോയി. ഒന്ന് ചുമ്മാ ഇരിയടോ. കാര്യം അറിയാൻ ഞങ്ങൾ പോകുന്നില്ല. തുറക്ക്. കഥ തുറക്കാൻ. അയ്യോ വേണ്ട, അതിനകത്ത് ആരുമില്ല. അവള് മാത്രമേ ഉള്ളൂ. എങ്കിൽ തനിക്ക് ഇത്ര ഒപ്രാളമുണ്ട്. മര്യാദയ്ക്ക് തുറക്കുന്നോ അതാ ചവിട്ടി തുറക്കട്ടാ? എന്ത് വേണം? ഇത്തിരി കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല അല്ലേ? കിടന്ന് ഉറങ്ങുകയായിരുന്നു. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഭർത്താവ് പോലും ഭർത്താവ്. അങ്ങനെ അങ്ങ് പരിവൃത ചമയാതടി. എന്നെ കുടിപ്പിച്ച് കുടിപ്പിച്ച് നാണംകെട്ട മനുഷ്യൻ. ഒരൊറ്റ അക്ഷരം വേണ്ടിയാൽ ബിന്ദുടി ബിന്ദു. ഇനി ഞാൻ എന്തിനാ ഒളിച്ചു വെക്കുന്നത്? കേട്ടോ കൂട്ടരെ, ഇവിടെ ഉറങ്ങുമല്ലായിരുന്നു. ഇതിനകത്തൊരാള്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. എടാ, അകത്തൊളിച്ചിരിക്കാതെ പുറത്തോട്ട് വാ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും.
എന്റെ വീട്ടിനകത്ത് കയറിയാൽ അപ്പൊ പിന്നെ എന്റെ വീടാണ് പോളിയത് മനസ്സില്ല നാണവും മാനവും കെട്ട മനുഷ്യൻ എടി പോകാനാ പറഞ്ഞത്. എന്റെ അടുത്തോന്നെ തൊഴിച്ചു. എടാ ഇവിടെ പറഞ്ഞു കേട്ടോടാ എനിക്ക് തൊഴിക്ക് വന്ന്. എന്നാ തൊഴിയടി തൊഴിയടി, തൊഴിച്ച് തൊഴിച്ച് കൊല്ലടി, ഇതിലും ഭേദവാഹ. മര്യാദയ്ക്ക് മാറി നിന്നോ. എന്നെ ഈ നിലയിലാക്കിയത് ആരാ? കാശിന് വേണ്ടി കണ്ടോന്റെ മുമ്പിൽ കുഴഞ്ഞാളം പറഞ്ഞിട്ട്. എടി നിർത്താൻ, നിന്റെ നാക്കി ഞാൻ പിടിച്ചെടുക്കും. മുതലാളി മുതലാളി വേലി തന്നെ ഇങ്ങനെ വിളവ് തിന്നാലോ? ചേച്ചേ, മുതലാളി തന്നെ ഇങ്ങനെ തുടങ്ങിയാൽ നിങ്ങൾക്കെന്താ നഷ്ടം? ഇതെന്റെ ഇവിടെ ഇഷ്ടം. അപ്പൊ ഞാനോ? അത് ഞാൻ തന്നെ പറയണോ? താൻ അറിയാതാണ് ഞാനിവിടെ വന്നത്. അത് പിന്നെ മുതലാളി, പിന്നെ താൻ കുടിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. ഇതങ്ങനെ വിടാൻ പാടില്ല. ആഹാ, താനാരാ? ഇവിടുത്തെ മജിസ്ട്രേട്ടോ? മാറി നിൽക്കട. നാണമില്ലല്ലോ ഇങ്ങനെ നോക്കി നിൽക്കാൻ. വാ നമുക്ക് പോവാം. ഇവന്റെ പ്രവൃത്തി കാരണം വെളിയിൽ തല കാണിക്കാൻ വയ്യെന്ന്. എടാ ഗോപി, നീ ഇത്ര നാണം കെട്ടവനായി പോയില്ലടാ. തോട്ടത്തിലെ തൊഴിലാളികൾ നിന്നെ ഇനി വകവയ്ക്കുമോടാ? വകവയ്ക്കണ്ട. കഷ്ടം. എടാ, ഇതിലും ഭേദം നിനക്ക് ഞാൻ കൊന്നുകളയാമായിരുന്നല്ലോ. വല്ല വിഷവും തന്നു. ഇതൊന്നും കാണാനും കേൾക്കാനും ഇടവരുത്താതെ ഈശ്വരൻ എന്നെ അങ്ങ് പിടിച്ചിരുന്നെങ്കിൽ. എന്തൊരു മാനക്കേട്. സതിയുടെ അച്ഛൻ ഇതറിഞ്ഞാൽ ഈ വിവാഹത്തിന് ഒരിക്കലും സമ്മതിക്കുകയില്ല. സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട. ഞാൻ എത്ര തവണ പറഞ്ഞതാണ് എനിക്ക് വിവാഹമേ വേണ്ടെന്ന്. പിന്നെ നിങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ അങ്ങ് സമ്മതം മൂളി. എനിക്കിതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല, പറഞ്ഞേക്കാം. യാതൊരു ഗത്യന്തരവുമില്ലാതെ വീട്ടുകാരുടെ നിരന്തരമായ നിർബന്ധത്തിന് ഞാൻ വഴങ്ങേണ്ടി വന്നു. അങ്ങനെ ഞാനും സതിയുമായുള്ള വിവാഹവും നടന്നു. ഇവിടം വരെ ഞാനുള്ളൂ. ഇനി തനിച്ചു പോയിക്കോളൂ. അയ്യോ, ചേച്ചി കൂടെ വരൂ. ഞാനോ? പേശായി. സതി, ഇതിന് മാത്രം കൂട്ടുപാടില്ലെന്ന് അറിഞ്ഞുകൂടെ? മിടുക്കിയായിട്ട് പോകും. എന്റെ ചേച്ചിയല്ലേ, എന്നെ തനിച്ചു വിട്ടിട്ട് പോകരുതേ. മണ്ടിപ്പെണ്ണെ, നീ ഇന്നു മുതൽ തനിച്ചല്ലെന്ന് അറിഞ്ഞുകൂടെ? നിന്റെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം പങ്കുചേരാൻ ഒരു പുരുഷനുള്ള കഥ നീ മറന്നുപോയോ? സമയം കളയാതെ പോകും. അവൻ കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. ചെല്ലു. ഓമനെ, ഈ രാത്രി എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത രാത്രി. നിന്റെ മാതക നയനങ്ങളിൽ ഉറ്റുനോക്കി ഈ പൂവിടെ തലോടി ഈ അതരങ്ങളിൽ മറന്നുപറന്ന് കഴിയുമ്പോൾ ഞാൻ മറ്റുള്ളതൊക്കെ മറന്നു പോകും. പ്രിയേ, നീയാണ് എന്റെ ജീവിതത്തിൽ പൂനിലാവിന്റെ പാലൊളിയും പനിനീർപ്പൂവിന്റെ പരിമളവും പരത്തുന്ന സ്വപ്ന സുന്ദരി. ഇതെല്ലാം അങ്ങ് മണിയറയിൽ വേണ്ടതായിരുന്നു. ഇതാണ് എന്റെ മണിയറ എന്നും. മധുവിധ കൊണ്ടാടാൻ കാത്തിരിക്കുന്ന പുത്തൻ വധുവിനെ വിട്ടിട്ട് പോരാൻ എങ്ങനെ മനസ്സ് വന്നു? ഇന്നെങ്കിലും എന്റെ മധുവിധു എന്നും കൊണ്ടാടുന്നത് ഇവിടെയല്ലേ? ഇന്നും ഇവിടെ തന്നെ മാറി. പാവം പെണ്ണ്. ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. ഈ രാത്രി അങ്ങ് ഇടം വിട്ടു പോയത്. പതിവുള്ളതല്ലേ ചെയ്യാൻ പറ്റൂ. ചേച്ചി, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ചതിയോ? ചേച്ചിയോട് ഞാൻ എന്ത് പിഴ ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ചതിച്ചത്? സതി, എന്താണ് ഈ പറയുന്നത്? ഞാൻ നിന്നെ ചതിച്ചെന്നു? അതെ, ചേച്ചിയുടെ അനിയന്റെ സ്വഭാവം നല്ലവണ്ണം അറിയാമായിരുന്നിട്ട് ചേച്ചി എന്നെ ഈ വിവാഹത്തിന് നിർബന്ധിച്ചത് എന്തിന്? ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് ചേച്ചിയുടെ വാക്ക് വിശ്വസിച്ചാണ്. അദ്ദേഹം നല്ലവനാകുമെന്ന് ചേച്ചി തന്ന ഉറപ്പുകൊണ്ടാണ്. എന്നിട്ട് ആദ്യ രാത്രി തന്നെ
ഈ അനുഭവം. സതി, ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചത് മാത്രമാണ് നിന്നോട് പറഞ്ഞത്. അനിയത്തി, കൂടപ്പിറപ്പിനോടുള്ള സ്നേഹം, അവൻ നന്നാകണമെന്നുള്ള അത്യാഗ്രഹം, ഇതെല്ലാം കൊണ്ടാണ് ഞാൻ നിന്നോട് അപേക്ഷിച്ചത്. ഇതായിരിക്കും അനുഭവം എന്ന സംശയം പോലും എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ നിർബന്ധിക്കുകയില്ലായിരുന്നു. ജീവിതത്തിൽ പാവനമായി കരുതുന്നു സകലത്തിനെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യും. അയ്യോ ചേച്ചി, അരുത്. ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. അത് ചേച്ചിയെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. ക്ഷമിക്കേണ്ടത് നീയാണ് സതി. നിന്റെ മനോദുഃഖം എനിക്ക് ഊഹിക്കാം. ഞാനും ഒരു സ്ത്രീയല്ലേ. എന്റെ ചേച്ചി. സതി, വരൂ, എന്റെ മുറിയിലേക്ക് പോകാം. വന്നോ? വരില്ലെന്ന് വിചാരിച്ചോ? നീ എവിടെയായിരുന്നടാ? ഒരിടത്ത് പോയിരുന്നു. അത് മനസ്സിലായി. ആ ഇടമേതാണെന്നാ ചോദിച്ചത്. അതറിയേണ്ട ആവശ്യം? എടാ നാണം കെട്ടവനെ, അത് ചോദിക്കാൻ നിന്റെ നാവ് ഇരുന്നല്ലോടാ. വിവാഹരാത്രി ഭാര്യയെ തനിയെ വിട്ടിട്ട് പോയ നീയാണോ പുരുഷൻ? എടാ, അമ്മാവന്റെ കാല് പിടിച്ച് കരഞ്ഞതിന്റെ ഫലമായിട്ടാണ് സതിയെ നിനക്ക് വിവാഹം കഴിച്ചിടാൻ സമ്മതിക്കുന്ന കാര്യം നിനക്കറിയാമോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. വിവാഹമേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എല്ലാവരും കൂടി എന്റെ തലയിൽ ഈ ഭാരം വലിച്ചു വെച്ചിട്ട്. എന്തു പറഞ്ഞടാ? അയ്യോ ചേച്ചി, അരുത്. ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകരുത്. ഓ, നിന്റെ ഒരു കാരുണ്യം. എന്റെ വിധി. അല്ല സതി, ഈ കുടുംബത്തിന്റെ ദുർവിധി. അതിൽ പങ്കുചേരാൻ നിന്നെ വലിച്ചിഴച്ച് ഞാനാണ് തെറ്റുകാരി. സാറേ, എനിക്കിവിടെ വേണ്ട, ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഒക്കുമോ? നിങ്ങൾ കൂടി ഈ സംഭവത്തിന് ഉത്തരവാദിയല്ലേ? സാറേ, ആ മുതലാളുടെ കയ്യിൽ നിന്ന് കുറച്ച് രൂപ അടിക്കാൻ കരുതിയാ ഞാൻ പറഞ്ഞത്. അതിങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ സാറേ, ഞാൻ ഈ മനുഷ്യൻ പറഞ്ഞതുകൊണ്ടായിരുന്നു ഞാൻ. മതി മതി, നാണക്കേട്. നടന്നത് നടന്നു. ഇനി വേണ്ടത് മുതലാളിയെ കൊണ്ട് സമാധാനം പറയിക്കുകയാണ്. മേലാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതെ അതെ, സമാധാനം പറയിക്കണം. അതിന് ഒരു മാർഗമേ ഉള്ളൂ, സത്യഗ്രഹം. മുതലാളിയുടെ പഠിക്കൽ കുത്തിയിരിപ്പ് സത്യഗ്രഹം. തയ്യാറാണോ? ഞാൻ എന്തിനും തയ്യാറാ സാറേ. എന്റെ വയറ്റിലെ കുഞ്ഞിന് ഒരു അച്ഛൻ വേണമല്ലോ. എന്നെ കിട്ടത്തില്ല, മൂന്നര. ഞാൻ ആർക്ക് വേണം? മതി മതി, നമുക്ക് മുതലാളിയുടെ വീട്ടിലേക്ക് പോകാം. വരൂ, പോയിരിക്കും. എവിടെയെങ്കിലും പോയിരിക്കും. ആരുടെയെങ്കിലും മുമ്പിൽ പോയിരിക്കും. നശിച്ചവിടെ എവിടെയെങ്കിലും പൊക്കോ, പൊക്കോടി, എവിടെയെങ്കിലും പൊക്കോ. നിന്നെ എനിക്ക് വേണ്ട. എല്ലാം തീരാറായി പ്രേമേ. അങ്ങേയറ്റം 2 ആഴ്ചക്കുള്ളിൽ ഈ എസ്റ്റേറ്റ് ക്ലോസ്. അയ്യോ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വേറെ എവിടെയെങ്കിലും പോയി ജോലി നോക്കണം. പക്ഷെ അതിനു മുമ്പ് കിട്ടാവുന്നിടത്തോളം തട്ടിയെടുക്കണം. പാവം, ഇപ്പോൾ തന്നെ മൂക്കറ്റൻ കടത്തിൽ മുങ്ങിക്കഴിഞ്ഞു. അതിന് നമുക്കെന്ത് വേണം? നമ്മുടെ കാര്യം നാം നോക്കിയില്ലെങ്കിൽ മുങ്ങിപ്പോകുന്നത് നമ്മളായിരിക്കും. ആ പ്രേമേ, ഇന്ന് തന്നെ മുതലാളിയോട് കുറച്ച് രൂപ ചോദിക്കണം. ചോദിച്ചിട്ട് എന്ത് കാര്യം? പണച്ചമുതൽ മുഴുവനും ആ പണിക്ക് സാധ്യതയല്ലേ. മുതലാളിക്ക് തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയാളോട് ചോദിക്കാതെ പറ്റുമോ? വാസ്തവം, ആ പിശുക്കം പണിക്കര് മാത്രം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ എസ്റ്റേറ്റ് ഇതിന് എത്രയോ മുമ്പ് മുടിച്ച് തേച്ച് കഴുകുമായിരുന്നല്ലേ? നന്ദി കെട്ട പരീക്ഷകൾ രണ്ടിനെയും ഇനി ഒരു നിമിഷം അവിടെ കണ്ടുപോയത്. അധികാരമുള്ളവർ പറയട്ടെ. എന്തു പറഞ്ഞു? ധിക്കാരി, നിങ്ങളെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങോട്ട് വരട്ടാവും സാറേ, ഞങ്ങളും സാറിനെ പോലെ ഇവിടുത്തെ ശമ്പളക്കാരാ. അത്രയ്ക്കായോ? മര്യാദയ്ക്ക് ഇറങ്ങുന്ന. സത്യം പറഞ്ഞാൽ സാർ ദേഷ്യപ്പെടുന്ന എന്തിനാണ്? സാറ് മുതലാളിക്കെതിരായി തൊഴിലാളികളെ ഇളക്കി വിട്ട വാസ്തവമല്ലേ? ബാങ്കുകാരോട് ഇവിടെ പണക്കൊടുപ്പാണെന്ന് പറഞ്ഞില്ലേ? ദ്രോഹി, ഇറങ്ങാവിടി. അതാ മുതലാളി വന്നല്ലോ. പൊന്നു മുതലാളി, സങ്കടമുണ്ട്. നടന്ന കാര്യം പറഞ്ഞാൽ ഈ പണിക്കർ സാർ ഞങ്ങളെ സസ്പെൻഡ് ചെയ്യുമെന്ന്. ഗോപി, ഇവൻ പറയുന്നത് മുഴുവൻ പച്ച കള്ളമാണ്. ഇവനും കൂടി ചേർന്ന്. എനിക്കെല്ലാം അറിയാം. ഞാനത്ര മടയനൊന്നുമല്ല. ഇവർ രണ്ടുപേരെയും ഉടൻ തന്നെ ഇവിടുന്ന് പുറത്താക്കണം. അത് നിശ്ചയിക്കേണ്ടത് ഞാനാണ്. അപ്പോൾ എന്റെ വാക്കിനേക്കാൾ നീ വില കൽപ്പിക്കുന്നത് ഈ തെമ്മാടിയുടെയും മറ്റും വാക്കിനാണ്. ഇതൊരു ഓഫീസാണ്, അന്തസ്സായിട്ട് സംസാരിക്കണം. അവിടം വരെയായോ? ശരി, എന്നാൽ അന്തസ്സില്ലാത്ത ഞാൻ പോയേക്കും. എന്നെ പേടിപ്പിക്കുകയാണ്. അല്ല, എന്നെ രക്ഷിക്കുകയാണ്. ഇത്ര കാലവും പലതും വിചാരിച്ച് ഞാൻ ക്ഷമിച്ചു, സഹിച്ചു. ഇനിയും ഇത് വൈകി. നീ നിശേഷം നശിക്കുന്നത് കാണാൻ ഞാൻ കൂട്ടു നിൽക്കില്ല.
ഇതാ സേഫിന്റെ താക്കോൽ. അപ്പോൾ പോകാൻ തന്നെ തീരുമാനിച്ചോ? അച്ഛനോട് പറഞ്ഞ വാക്ക് പാലിക്കാനെങ്കിലും. അത് കരുതിയാണ് ഇത്രയും കാലം എല്ലാം സഹിച്ച് ഞാനിവിടെ കഴിഞ്ഞത്. പക്ഷേ ഞാനും ഒരു മനുഷ്യനല്ലേ, എന്റെ ക്ഷമിക്കൊരു അതിരില്ലേ? ഈ നിലയിൽ ഇവിടം വിട്ടു പോയാൽ എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുടുന്നത് പോലെ ആവുകയല്ലേ? ദയവായി ആലോചിച്ച് നോക്കണം. ആഹാ, ഇയാൾ ഇനിയും പോയില്ലേ? എന്ത് അവന്റെ ഇയാള് ഇദ്ദേഹം നിന്റെ ഇയാളായി പോയില്ലടാ. അച്ഛൻ മരിച്ചതിന് ശേഷം നിന്റെ തോന്നിയാസങ്ങളെല്ലാം സഹിച്ച് ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും നാൾ പാടുപെട്ടില്ലേ? അതിന്റെ നന്ദി അല്ലേടാ. നീ നിശേഷം നശിക്കാതിരിക്കാൻ പകൽ പരിശ്രമത്തിന്റെ പ്രതിഫലം അല്ലേ? നിനക്ക് നാ ഉയർന്നല്ലോടാ ഇയാളെന്ന് വിളിക്കാൻ. നന്ദി കെട്ട മൃഗമേ. എന്നെ ആരും ഗുണദോഷിക്കണ്ട, എനിക്ക് ആരുടെ സഹായവും വേണ്ട. നിനക്കാരുടെയും സഹായം വേണ്ട അല്ലേ? നാണം കെട്ടവൻ. കല്യാണം കഴിച്ച പെണ്ണിനെ കണ്ണീര് കുടിപ്പിച്ചിട്ട് കണ്ടയിടം നിരഞ്ഞടക്കുന്ന നീയാണോ പുരുഷൻ? കണ്ടില്ലേ ആ ഗേറ്റിൽ കൊടിയും പിടിച്ച് ഒരു ഗർഭിണി സത്യാഗ്രഹം ഇരിക്കുന്നത്? അവൾ മതിയല്ലോടെ നിന്റെ യോഗ്യതയെല്ലാം തെളിയിക്കാൻ. നീ എന്റെ കൂടെ പുറപ്പാണെന്ന് പറയാൻ പോലും ഞാൻ ലജ്ജിക്കുന്നു. പറയണ്ട, എന്റെ കാര്യത്തിൽ ആരും തലയിടണ്ട. ലക്ഷ്മി, വിട്ടുപോത്തിനോട് വേട് മുതൽ നിനക്ക് ഭ്രാന്തുണ്ട്. സമയം കളയാതെ പോകാം. മോളെ ലക്ഷ്മി, നീ എന്നെ വിട്ടിട്ട് പോവുകയാണോ മോളെ? ഈ കിഴവിക്ക് നീ എത്ര കാലം ഉണ്ടോ? എന്റെ കണ്ണടയുന്നത് വരെയെങ്കിലും. അമ്മേ, അമ്മേ, അദ്ദേഹം എന്റെ മോള് പൊയ്ക്കോ. നീ ഈ നരകത്തിൽ കിടന്ന് നീർന്നു എന്തിനാ? മോള് പൊയ്ക്കോ. അമ്മ വിഷമിക്കാതിരിക്കട്ടെ, ഞാൻ പോകുന്നില്ല. ചേട്ടാ, അമ്മയെ നിലയിൽ വിട്ടിട്ട് ഞാൻ എങ്ങനെ വരാനാണ്? ആ ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഞാനിവിടെ താമസിക്കണമെന്ന് നീയും നിർബന്ധിക്കരുത്. ഞാൻ പോകുന്നു. അമ്മയുടെ അസുഖമെല്ലാം മാറിയിട്ട് നീ വന്നാൽ മതി. സ്നേഹം നിറഞ്ഞ ചേച്ചിയുടെ ഉപദേശം ഞാൻ ചെവിക്കൊണ്ടില്ല. പരമസാധുവായ ഭാര്യയുടെ കണ്ണീര് ഞാൻ കണ്ടതുമില്ല. മദ്യത്തിന്റെ അടിമയായി കഴിഞ്ഞ ഞാൻ തോന്നിയപടി താറുമാറായി ജീവിച്ചു. ഓഹോ, ഇതിനകത്ത് വെച്ചും കൂടി തുടങ്ങിയോ? സതി, നീ ഇതെങ്ങനെ സമ്മതിച്ചു? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ചേച്ചി? ഇതിവിടെ കൊണ്ടുവന്നപ്പോൾ എടുത്ത് ദൂരെ തെറിയാത്തതെന്ത്? ഇതിനകത്ത് ഇത് സാധ്യമല്ലെന്ന് തന്റെ അടുത്തോടെ പറയാത്തതെന്ത്? എനിക്കതിന് എന്ത് അധികാരം? ഒരു ഭാര്യയുടെ അധികാരം എന്തെന്ന് ഞാൻ പറഞ്ഞു തരണം. നീ പഠിച്ചവളല്ലേ. ഭർത്താവിനെ നേർവഴിക്ക് നയിക്കേണ്ടത് ഭാര്യയുടെ കടമയാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനെതിരായി പറഞ്ഞാൽ ശകാരിക്കും, ബഹളം കൂട്ടും. അമ്മയും മറ്റുള്ളവരും എല്ലാം അറിയും. അമ്മയ്ക്കിതൊന്നും അറിഞ്ഞുകൂടെന്നാണോ നിന്റെ വിചാരം? നാട്ടിലുള്ള സകലർക്കും അറിയാം അവന്റെ ഈ നശിച്ച ജീവിത രീതി. ഏതായാലും ഈ വീട്ടിനകത്ത് വെച്ചിത് വേണ്ട. അയ്യോ ചേച്ചി, കൊണ്ടുപോകരുത്. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ബഹളം കൂട്ടും. ഞാൻ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞേക്കൂ. എന്നോട് ചോദിക്കാൻ വരട്ടെ. സതി, സതി, ഇവിടെ കുപ്പി എവിടെ? എവിടുന്നല്ലേ ചോദിച്ചത്? നിന്നോടാണ് ചോദിച്ചത്. എവിടെ വെച്ചിരിക്കുന്നു? വേഗം പറ. ഇവിടെ ഇല്ല. ഓഹോ, അതെടുത്ത് കളഞ്ഞു അല്ലേ? അത്രക്കായോടി. എന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്നു വെച്ച സാധനം എടുത്ത് കളയാൻ നീ ആരാടി? ഇന്ന് ഞാൻ തൊട്ടുപോകരുത്. അവൾ ആരും നിനക്ക് അറിഞ്ഞുകൂടല്ലേ? ഞാൻ പറഞ്ഞു തരാമടാ. ഇവൾ അന്തസ്സും ആഭിജാത്യമുള്ള ഒരു കുടുംബത്തിൽ പിറന്ന പെൺകുട്ടി, നിന്റെ അമ്മാവന്റെ മകൾ, ഈ വീട്ടിലെ നായിക, നിർഭാഗ്യവശാൽ നിന്റെ ഭാര്യ. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ചേച്ചിയോടൊന്നും പറഞ്ഞില്ല. എനിക്ക് നിന്നോടൽപ്പം പറയാനുണ്ട്. എടാ നശിച്ചവനെ, പിറന്ന വീട് പോലും മദ്യശാലയാക്കാനാണോ ഭാവം? എടാ,
കരഞ്ഞു കരഞ്ഞു കിടക്കൽ നിന്നും എഴുന്നേൽക്കാൻ വയ്യാതായ പെറ്റമ്മയെ പോലും കരുതാത്ത നീ മനുഷ്യനോ മൃഗമോ? ഞാൻ പിഴച്ചവനാണ്, കുടിയനാണ്, കുടുംബത്തിന് കൊള്ളാത്തവനാണ്, സമ്മതിച്ചു. ഇനിയൊന്ന് ശല്യപ്പെടുത്താതെ പോകാമോ? ചേച്ചി, വെറുതെ കൂടുതൽ പറഞ്ഞ്. അമ്പടി, നിന്റെ അഭിനയം എല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ നല്ല വെള്ള ചമയുന്നോ? എല്ലാം എനിക്കറിയാം. വിഷമിക്കാതിരിക്കൂ. ഇത് വെറും വഞ്ചനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഗോപി മഹാപിഴച്ചവനാണെന്ന്. അപ്പോൾ നീയല്ലേ പറഞ്ഞത് വിവാഹം കഴിഞ്ഞാൽ അവൻ നന്നായിക്കൊള്ളുമെന്ന്? എന്നിട്ടിപ്പോൾ എന്തായി? നന്നായോ കൂടുതൽ ചീത്തയായി? അമ്മാവ, കുറ്റക്കാരി ഞാനാണ്. പക്ഷെ മനഃപൂർവ്വമല്ല. അവൻ നന്നാകുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. കുറ്റം ആരുടേതായാലും എന്റെ കുഞ്ഞല്ലേ കണ്ണീർ പിടിക്കുന്നത്? ദയവായി ക്ഷമിക്കണം. കുറച്ചുനാൾ കൂടി കഴിഞ്ഞാൽ എന്റെ കുഞ്ഞ് കരഞ്ഞു കരഞ്ഞ് മരിക്കും. ഇല്ല, അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറില്ല. മോളെ വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അച്ഛാ, ക്ഷമിക്കണം. എന്ത്? ഞാൻ വരുന്നത് ശരിയല്ല. ഇവിടെ ഇങ്ങനെ തീരുന്ന് കഴിയാനാണോ ഭാവം? വിധിക്ക് വഴങ്ങാതെ പറ്റുമോ അച്ഛാ? വിധി? ഈ ദുർവിധി മാറ്റാനാണ് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇല്ലച്ച, അങ്ങനെ മാറ്റാവുന്നതല്ലത്. അദ്ദേഹം വിചാരിച്ചാൽ മാത്രമേ അത് മാറുകയുള്ളൂ. അവനോ? അവനാ വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ വേദനിക്കേണ്ടി വരുമായിരുന്നു. മാറ്റമുണ്ടാകും അച്ഛ. എനിക്കെന്തോ വിശ്വാസം തോന്നുന്നു. എനിക്ക് അശേഷം തോന്നുന്നില്ല. എന്തായാലും ഞാൻ ഇവിടം വിട്ടു പോരുന്നത് ശരിയല്ല. എന്റെ അച്ഛൻ കുറച്ചു ദിവസം കൂടി ക്ഷമിക്കണം. എന്റെ കടമ ചെയ്യാൻ എന്നെ അനുവദിക്കണം. ശരി, നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. പക്ഷെ മോളെ, എന്റെ ക്ഷമയ്ക്കും അതിലുണ്ട്. അതാരും മറക്കരുത്. എന്താ സതി, നീ ഇന്ന് മുറിയിൽ തന്നെ ഇരുന്ന് കളഞ്ഞത്? അമ്മയുടെ അടുത്തേക്ക് പോലും വന്നില്ലല്ലോ. ഒന്നുമില്ല ചേച്ചി, നല്ല സുഖമില്ല. പനിയോ മറ്റോ? നിന്റെ കഴുത്തിലെ നെക്ലേസ് എവിടെ? അത് ഞാൻ ഊരി വെച്ചു. കയ്യിലെ വളകളോ? അതും ഊരി വെച്ചോ? ഊരി വെച്ചതോ ഊരി എടുത്തതോ? അയ്യോ അല്ല, ഊരി കൊടുത്തു അല്ലേ? അതുകൊണ്ടായിരിക്കും നീ ഇതിനകത്ത് തന്നെ ഇരുന്ന് കളഞ്ഞത്. എന്റെ സതി, നീ ഇത്ര മടയാണെന്ന് ഞാൻ അശേഷം കരുതിയില്ല. അദ്ദേഹത്തിന് കാണേണ്ടെങ്കിൽ എനിക്കെന്തിന് ചേച്ചി ആകണം? എന്റെ അനിയത്തി, അതിലൊരെണ്ണമെങ്കിലും അവൻ വാങ്ങി തന്നതാണോ? അദ്ദേഹം തന്നത് എന്റെ കഴുത്തിലുണ്ട് ചേച്ചി. അതുകൂടി അവൻ കൊണ്ടുപോയില്ല അല്ലേ? വേറെ വല്ലവരുമായിരുന്നെങ്കിൽ അത് പൊട്ടിച്ചവന്റെ മുഖത്തെറിഞ്ഞിട്ട് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. അയ്യോ, അങ്ങനെ പറയരുത് ചേച്ചി. എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചാലും ഈ താലി ഞാൻ പൊട്ടിക്കുകയില്ല. സതി, നിന്നെ ഈ നരകത്തിലേക്ക് ക്ഷണിച്ച ഞാനാണ് മഹാപാപം. പാവം സതി. അവളുടെ ആഭരണങ്ങൾ വിറ്റുകിട്ടിയ പണം പോലും ഞാൻ ധൂർത്തടിച്ചു. എസ്റ്റേറ്റിലെയും വീട്ടിലെയും കാര്യങ്ങൾ ആകെ കുഴഞ്ഞു. കടം നാൾക്ക് നാൾ വർദ്ധിച്ചു. അവസാനം എന്തിനാ മോളെ ഈ മരുന്നല്ല? ദൈവം എന്നെ വേഗം അങ്ങ് വിളിച്ചോണ്ടാ മതിയായിരുന്നു. അമ്മ കുടിക്കണം. എന്താ? കോർട്ടിൽ നിന്നാണ് ഒരു നോട്ടീസ്. നോട്ടീസോ? അതെ, ഈ കെട്ടിടവും വസ്തുക്കളൊക്കെ ബാങ്കിൽ നിന്ന് ജപ്തി ചെയ്തിരിക്കുക. എല്ലാം നശിപ്പിച്ചു. എന്റെ ഭഗവാനെ, ആരാത്? ആരെന്നല്ലേ ചോദിച്ചത്? ഞാനോ? പേരില്ലേ? എന്നാ നേരത്തെ പറയരുതോ? അയ്യോ, ഇതാര്? മുതലാളിയോ? മാലിനി, നീയും എന്നെ പരിഹസിക്കുകയാണ്. ഞാനിന്ന് മുതലാളിയല്ല, തൊഴിലാളിയേക്കാൾ ദരിദ്രനാണ്. എന്ത് പറ്റി? കടം കൊണ്ട് നിന്ന് തിരിയാൻ വയ്യ. അതിലെന്താണ് അതിശയം? പണം വാരിക്കോരി ചെലവാക്കിയ കടം വന്നു കൂടും. മാലിനി, നീയാണോ ഇത് പറയുന്നത്? ഞാൻ ചിലവഴിച്ച പണത്തിൽ നല്ലൊരു പങ്ക് പറ്റുള്ളല്ലേ നീ? ഇതുപോലെ എത്ര സ്ഥലത്ത് ചെലവഴിച്ചു കാണും? മാലിനി, നിന്നെ അല്ലാതെ മറ്റൊരുവളെ. ഇത് പറയാനാണോ ഈ രാത്രി ഇങ്ങോട്ട് വന്നത്? അല്ല, ആശ്വാസം തേടി വന്നതാണ് ഞാൻ. ഈ അവസരത്തിൽ നീ എന്നെ സഹായിക്കണം മാലിനി. എങ്ങനെ? ഈ നാട്ടിൽ താമസിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. എന്റെ വീട് പോലും ജപ്തി ചെയ്യാൻ പോവുകയാണ്.
ആ അപമാനവും സഹിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും? അതിന് ഞാൻ എന്ത് വേണം? എനിക്കുടനെ 1-2 സ്ഥലങ്ങളിൽ പോകണം. കുറച്ച് പണം കടം വാങ്ങാനാണ്. യാത്രയ്ക്കുള്ള പണം നീ തരണം. മടങ്ങി വന്നാലുടൻ ഞാൻ തിരിച്ചു തരാം. എന്റെ കയ്യിൽ പണമില്ല മിസ്റ്റർ. മാലിനി, നിന്റെ ആഭരണങ്ങൾ പണയം വെച്ചെങ്കിലും. ആഭരണങ്ങൾ പണയം വെക്കാനോ? കൊള്ളാം. എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? നൃത്തത്തിന് പോകണ്ടേ? മാലിനി, ഞാൻ വാങ്ങി തന്നതല്ലേ അത് മുഴുവനും? വെറുതെ അല്ലല്ലോ. മാലിനി, ശബ്ദമുണ്ടാക്കരുത്. വല്ലവരും കേട്ടാൽ എനിക്കാണ് കുറച്ച്. എന്ത്? നിനക്ക് കുറച്ചിലോ? നിർത്തണം. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യടി? വെടലിക്ക് പഠിച്ച് പുറത്താക്കും. മാലിനി, എന്തിനീ തണ്ടികളോട് സംസാരിച്ച് സമയം കളയും? വരൂ, നൃത്തത്തിന് സമയമായി. പരമ വഞ്ചകി. എന്നാലും ഇവനിങ്ങനെ സകലതും നശിപ്പിക്കുമെന്ന് ഞാൻ അശേഷം കരുതിയില്ല. ഇങ്ങനെയുള്ള മകൻ ഒരമ്മയുടെ വയറ്റിലും ജനിക്കരുത്. ഇവൻ ജീവിക്കുന്നതിൽ ഭേദം മരിക്കുന്നതാണ്. വരുമേ, അവനെ ചൊല്ലി കണ്ണീര് പൊഴിക്കാതെ പോയി കിടന്നുറങ്ങാം. അങ്ങനെ 4 പാടും കടം, മാനക്കേട്, ശത്രുക്കൾ, സ്വന്തം വീട്ടുകാർ പോലും എന്നെ വെറുത്തു. മധു തന്നെ പറയൂ, ആത്മഹത്യയല്ലാതെ എനിക്ക് മറ്റു മാർഗം വല്ലതും ഉണ്ടോ? പറയൂ. എന്റെ കൂടെ വരൂ, എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം. ഒരു മാർഗവുമില്ല മധു, ഞാൻ വരുന്നില്ല. ഇങ്ങനെ നിരാശപ്പെട്ടാലോ? വരാനല്ലേ പറഞ്ഞത്? ഗോപിയെ ഈ നിലയിൽ വിട്ടിട്ട് ഞാൻ ഏതായാലും പോകില്ല. എഴുന്നേക്കൂ, വരൂ. ഗണേഷ്, ഗണേഷ്, അല്ല ഇയാൾ ഉറങ്ങിയോ? ഗണേഷ്, ഗണേഷ്, പോടി. എടോ, ഇത് ഞാനാ. ഉണരൂ. ഞാൻ എവിടെയാ? കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ. കാറോ? എക്സ്ക്യൂസ് മീ, ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. അത് മനസ്സിലായി. കാർ വിടും. കേറിയാട്ടെ. കുഞ്ഞ ഇനി എങ്ങോട്ടാണ്? എന്റെ പൊന്നു കുഞ്ഞ്, എനിക്ക് കാർ ഓടിക്കാൻ വയ്യ. എന്ത്? കാർ ഓടിക്കാൻ മേലെ? എന്റെ പൊന്നു കുഞ്ഞ്, ഉള്ളത് പറയാമല്ലോ. ഞാൻ ആ ക്ലബിൽ ചുമ്മാ ഇരുന്നപ്പോഴേ ഗ്യാസ് മേപ്പോട്ടൊരു കയറ്റം. അപ്പോഴേ സ്വല്പം, അതായത് 2 ഔൺസ് ഇരുന്നപ്പോഴത്തേക്കും അവൻ കയറി തലക്ക് പിടിച്ചു. ഇപ്പൊ കാണുന്നതൊക്കെ ഡബിളായിട്ടാ. അതുകൊണ്ട് ഇപ്പം വണ്ടി ഓടിച്ചാലേ ഡേഞ്ചറൻസാ. താനെന്ത് ഭ്രാന്തായി പറയുന്നത്? ഭ്രാന്തല്ല കുഞ്ഞെ, കുഞ്ഞിനെ പോലും ഇപ്പം കണ്ടത് ഡബിളായിട്ടാ. പിന്നെ എങ്ങനെ വണ്ടി ഓടിക്കും? കുഞ്ഞ് തന്നെ വണ്ടി ഓടിച്ചു. ഇവിടെ മണ്ട് ഗണേശ, താൻ കണ്ടത് ഗോപിയെയാ. ഗോപിയോ? അതെ, എന്നെ പോലെ ഇരിക്കും. വന്നു നോക്ക്. ഓ, ഏത് ഗോപിയുടെ? കുഞ്ഞിനിത് എവിടെ നീട്ടിയിട്ട് കൊണ്ടിട്ട്? അതൊക്കെ പിന്നീട് പറയാം. വീട്ടിലേക്ക് പോവാം, അമ്മ കാത്തിരിക്കുകയായിരിക്കും. നമ്മൾ കയറിയാട്ടെ. കമലാക്ഷി, ഈ കമലാക്ഷി, എന്താ അച്ഛമ്മ? ഇന്ന്
ഇന്നെന്താ പതിവില്ലാതെ മധു ഇത്ര താമസിക്കുന്നത്? എന്നും രാത്രി 10 മണിക്ക് മുമ്പ് വരുന്നാണല്ലോ. വല്ല കൂട്ടുകാരുടെയും കൂടെ. ഈ അവനങ്ങനെ കൂട്ടുകൂടാറ് പതിവൊന്നുമില്ല. ആ കൊച്ചമ്മ, അതാ ഒരു കാറ് വന്നു തോന്നുന്നു. വരൂ. ഇരിക്കൂ. ഞാൻ ഇപ്പൊ വന്നേക്കാം. അല്ല, നീ ഇവിടെ ഇരിക്കുകയാണോ? അത്താഴം ഉണ്ടണ്ടേ? നീ എന്താ പതിവില്ലാതെ ഇന്ന് ഇത്ര താമസിച്ചത്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? മധു, നിന്നോടാ ചോദിച്ചത്. നീ ഇതും തുടങ്ങി? ഈശ്വര, ഇതിനാണോ നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയത്? എന്റെ വയറ്റിൽ പറഞ്ഞ നിനക്ക് എങ്ങനെ തോന്നിയാ ഇത് ചെയ്യാൻ? പറയണ. ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. എനിക്കൊരു സമാധാനവും കേൾക്കണ്ട. ദ്രോഹി, അച്ഛനില്ലാത്തതിന്റെ ദുഃഖം അറിയിപ്പിക്കാതെ കണ്ണിന് എണ്ണയും ഒഴിച്ച് നിന്റെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി കാവലിരുന്നതിന്റെ കൂലിയാണോടാ ഇത്? ഒരു കള്ളുകുടികനെയാണ് ഞാൻ വളർത്തുന്നു അറിഞ്ഞിരുന്നെങ്കിൽ. അമ്മേ, നീ? ഈശ്വര, എനിക്കെന്ത് പറ്റി? ഞാൻ എന്താണ് ഈ കാണുന്നത്? സ്വപ്നമോ മായയോ? രണ്ടുമല്ല, സത്യം. സത്യം? ഏതാണ് സത്യം? ആരാണ് എന്റെ മകൻ? രണ്ടും. രണ്ടുമോ? അതെ. നീ മാധവിയമ്മയുടെ മകൻ ഗോപിയല്ലേ? അതെ. അമ്മയ്ക്ക് ഗോപി അറിയാമോ? നീ അറിയുന്നതിന് എത്രയോ മുമ്പായിട്ട് അറിയാം, പക്ഷെ നേരിൽ കണ്ടിട്ടില്ല. ആകട്ടെ, നീ ഇവനെ കണ്ടുമുട്ടിയത്? എല്ലാം വിസ്തരിച്ച് പറയാം അമ്മേ. അതിനു മുൻപ് ഞങ്ങൾക്ക് 2 പേർക്കും ചോറ് തരണം. ശരി, വരൻ. ഇരിക്കും മക്കളെ, ഇങ്ങോട്ട് അടുത്തിരിക്കെ. അമ്മ കണ്ണു നിറയുമെന്ന് കാണട്ടെ. കമലാക്ഷി, കമലാക്ഷി, വന്ന് ചോറ് വിളമ്പ്. അമ്മേ, ഒരു നേരം പോക്ക് കണ്ടോണം. ഗോപി, അനങ്ങാതിരുന്നോണം. ദേ ഇതുപോലെ. അയ്യോ കൊച്ചമ്മ, 2 മണക്കുഞ്ഞു. അതിനെ കുറക്കപ്പിച്ചുകൊണ്ട് തോന്നുന്നതാ. അല്ല കൊച്ചമ്മ, 2 മണക്കുഞ്ഞു തന്നെ. പ്രാന്ത് പറയാൻ ചോറ് വിളമ്പ്. അയ്യോ, എന്നെ കൊണ്ടാവില്ല. കമലാക്ഷി, പേടിക്കണ്ട. ഞാൻ മധു, ഇത് ഗോപി. എന്റെ ഭഗവാനെ, എന്റെ തലയെഴുത്ത് ഇങ്ങനെ ആയിപ്പോയല്ലോ. നിങ്ങൾ രണ്ടുപേരുടെയും അച്ഛൻ. അദ്ദേഹത്തെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചു, അദ്ദേഹം എന്നെയും. പക്ഷേ ഞങ്ങളുടെ വിവാഹത്തിന് അദ്ദേഹത്തിന്റെ വീട്ടുകാർ എതിരായിരുന്നു. അതുകൊണ്ട് വിവാഹമൊന്നും ചടങ്ങുകൂടാതെ തന്നെ ഞങ്ങൾ ദമ്പതികളായി. നിന്നെ ഞാൻ ഗർഭം ധരിച്ചപ്പോൾ അഭിമാനിയായ എൻ്റെ അച്ഛൻ എന്നെ വീട്ടിൽ നിന്നും ആട്ടി പുറത്താക്കി. പക്ഷേ സ്നേഹനിധിയായ നിന്റെ അച്ഛൻ എനിക്ക് വേണ്ടതെല്ലാം തന്ന് സംരക്ഷിച്ചു. ഈ വീടും സ്വത്തുക്കളുമെല്ലാം അദ്ദേഹം തന്നതാണ്. അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ നിർബന്ധം മൂലം സ്വന്തം അമ്മാവന്റെ മകളെ വിവാഹം കഴിക്കേണ്ടി വന്നെങ്കിലും അദ്ദേഹം എന്നെ മറന്നില്ല മക്കളെ, മറന്നില്ല. വിവാഹത്തിന് ശേഷവും ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. അപ്പോൾ ഗോപിയെ പറ്റി അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. മധുവെന്നും ഗോപിയെന്നും 2 ആമക്കളുണ്ടെന്ന് അഭിമാനപൂർവ്വം പറയുമായിരുന്നു. എന്നെങ്കിലും നിങ്ങൾ ഒരുമിച്ച് താമസിക്കണമെന്ന് അദ്ദേഹം മനംനൊന്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന ഫലിച്ചു മക്കളെ, ഫലിച്ചു. അച്ഛൻ എനിക്ക് തന്നതെല്ലാം ഞാൻ നശിപ്പിച്ചു. സ്വത്തും അഭിമാനവും
സൽപ്പേരും എല്ലാം. സാരമില്ല കുഞ്ഞി, തെറ്റ് ചെയ്യാത്തവരാരുണ്ട്? ഇതും നിന്റെ വീട് തന്നെ, നീയും എന്റെ മകൻ തന്നെ. മധു, നീ എന്താ ഒന്നും പറയാത്തത്? എന്റെ അമ്മ പറയുന്നതിനപ്പുറം ഞാൻ എന്ത് പറയാനാ? ഗോപി ഇവിടെ താമസിച്ച് വിശ്രമിക്കട്ടെ. വയ്യ, എന്റെ വീടും സ്വത്തുക്കളും നാളെ കടക്കാർ ജപ്തി ചെയ്യും. എനിക്ക് പോകണം. വേണ്ട, നിനക്ക് പകരം ഞാൻ പോകാം. എന്ത്? എനിക്ക് പകരം ചേട്ടനോ? അതെ ഗോപി, ഭാഗ്യം കൊണ്ട് നാം ഇരട്ടവറ്റവരെ പോലെയാണ്. ആരും വേർതിരിച്ചറിയൂല. നിനക്ക് പകരം ഞാൻ പോയി എല്ലാം നേരെയാക്കാം. അതുവരെ നീ എനിക്ക് പകരം ഇവിടെ താമസിച്ചാൽ മതി. എന്താ അമ്മേ? അതിനെന്ത്? എന്റെ അടുത്ത് ഒരു മകൻ ഉണ്ടായിരുന്നാൽ മതി. ഗോപിയെ ഞാൻ നോക്കിക്കൊള്ളാം. നീ മടങ്ങി വരുമ്പോഴേക്ക് അവനെ നല്ലവനാക്കി മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മ വിചാരിച്ചാൽ ഏത് മകനെയും നന്നാക്കുവാൻ വിഷമമില്ല കുഞ്ഞെ. എന്റെ അമ്മേ, ഈ കാരുണ്യത്തിന് മുമ്പിൽ കണ്ണീരല്ലാതെ മറ്റൊന്നും കാണിക്ക വയ്ക്കാൻ എനിക്കില്ല. ഞാൻ എന്നേക്കുമായി നിങ്ങളെയെല്ലാം വിട്ടുപോവുകയാണ്. അതിൽ നിങ്ങൾ ആരും ദുഃഖിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. ഞാൻ കാരണം ഇന്നോളം നിങ്ങൾ അനുഭവിച്ച ദുഃഖത്തിന് അറുതി വന്നതിൽ ആശ്വസിക്കുകയാണ് വേണ്ടത്. സകലരും വെറുത്ത എനിക്ക് ഈ ലോകത്തിൽ സ്ഥാനമില്ല. ചേച്ചി പറഞ്ഞില്ലേ, ഞാൻ ജനിക്കാതിരിക്കുകയായിരുന്നു ഭേദമെന്ന്. ശരിയാണ്, എനിക്കതിപ്പോൾ ബോധ്യമായി കഴിഞ്ഞു. നിങ്ങൾ ഈ എഴുത്ത് വായിക്കുമ്പോൾ ഞാൻ ഈ ലോകം വെടിഞ്ഞിരിക്കും. എല്ലാവരും എനിക്ക് മാപ്പ് തരും. കിടക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോഴെല്ലാം മനസ്സിലായി. പക്ഷേ സതിയുടെ പ്രശ്നമാണ് എന്നെ പേടിപ്പിക്കുന്നത്. ഒരു ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവിനെ തിരിച്ചറിയുവാൻ 1000 അടയാളങ്ങളുണ്ടായിരിക്കും. ഈ ആൾമാറാട്ടം സതി കണ്ടുപിടിക്കുമെന്നത് നിശ്ചയമാണ്. അത് വിചാരിച്ച് വിഷമിക്കേണ്ട. ഞാനും സതിയും നിയമത്തിന്റെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഒരു നിമിഷം പോലും അങ്ങനെ കഴിഞ്ഞിട്ടില്ല ചേട്ടാ. ഞാൻ തുറന്നു പറയാം, സതി ഇന്നും കന്യകയാണ്. ഗോപി, അതിനൊരു കളങ്കവും ഉണ്ടാകാതെ കാത്തു സൂക്ഷിച്ച് ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇതാ എന്റെ വിവാഹമോതിരം. ഇത് മാത്രമേ ഉള്ളൂ ഞാൻ നശിപ്പിക്കാത്തതായിട്ട്. അതിപ്പോൾ ഊയെടുത്തതെന്തിന്? ചേട്ടന്റെ വിരലിൽ അണിയാൻ. എന്ത്? എന്റെ വിരലിൽ അണിയാനോ? വേണ്ട, പാടില്ല. വേണം. ഇതോടൊന്നിച്ച് ഞാൻ എന്റെ കഴിഞ്ഞകാല ജീവിതം മുഴുവനും അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. അതിലെ കളങ്കമെല്ലാം തുടച്ചു മാറ്റി ഞാൻ തിരിച്ചേൽപ്പിക്കും. ഗോപി എന്നെ വിശ്വസിക്കൂ. ഞാൻ ചേട്ടനെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരെ വിശ്വസിക്കാനാണ്? എന്താ, ശരിയായിരിക്കുന്നോ? കറക്റ്റ്. അമ്മയുടെ അനുഗ്രഹം ഒന്ന് മാത്രമേ എനിക്ക് ആശ്രയമായുള്ളൂ. ഏതാപത്തിൽ നിന്നും അതെന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മോനെ, ഒരു കാര്യം നീ സദാ ഓർമ്മിക്കണം. സതി ഗോപിയുടെ ഭാര്യയാണ്, നിന്റെ സഹോദരി. അമ്മ അതെന്നോട് പ്രത്യേകിച്ച് പറയണോ? അമ്മ വളർത്തിയവനല്ലേ ഈ മകൻ. എനിക്ക് സമാധാനമായി. മോനെ, അച്ഛനെ മനസ്സിൽ വിചാരിച്ച് ധൈര്യമായി പോയിട്ട് വാ. ശരി അമ്മ. സാർ, പിന്നെ നാടകം തുടങ്ങുക. അതെ കുഞ്ഞ്, സൂക്ഷിക്കണം. വല്ലവരും അറിഞ്ഞാലേ ആകെ കൊളാപ്ലിക്കേഷൻ ആകും. ശരിയാണ്, ഞാൻ ഗോപിയായി ജീവിക്കണം. മാനസാന്തരം വന്ന ഗോപി. ഗണേഷ്, താൻ എങ്ങും പോകരുത്. സദാ എന്റെ സമീപത്തുണ്ടായിരിക്കണം. പ്രതീക്ഷിക്കാത്ത വല്ല കുഴപ്പവും ഉണ്ടായാൽ. അതല്ലേ ഞാൻ ഏറ്റു കുഞ്ഞ്.
കുഞ്ഞിന്റെ മുഖത്ത് വല്ലവരും വശക്കേടായിട്ടൊന്ന് നോക്കിയാ മതി. ഇടിച്ച് ഞാൻ അവന്റെ റേഡിയേറ്റർ ലീക്കാക്കും. താങ്കൾ വഴക്കൊന്നും ഉണ്ടാക്കരുത്. ആവശ്യമുള്ളപ്പോൾ ഞാൻ വിളിക്കാം. ഞാൻ നല്ല കണ്ടീഷനായിട്ട് ഇവിടെ കാത്തിരുന്നോളാം. എല്ലാം എന്റെ മനസ്സിൽ. ഞാനെന്തിനും നിങ്ങളെ കുറ്റം പറയും? നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് എന്റെ കുഞ്ഞിനെ കൊരുതി കൊടുത്ത കൊടും പാവിയാണ് ഞാൻ. ശവത്തിന്മേൽ ഇങ്ങനെ കുത്തരുത്. ഞങ്ങളുടെ വേദന ഈശ്വരന് മാത്രം അറിയാം. ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അമ്മ. ഇവിടെ വരുന്നത് വരെ എന്റെ കുഞ്ഞിന്റെ കണ്ണ് നനഞ്ഞിട്ടില്ല. ഇനി ഈ ജന്മം അവളുടെ കണ്ണുനീർ തോരുമോ? അങ്ങനെ പറയരുതമ്മ. സതി ചെറുപ്പമാണ്. അവൾക്ക് ഇനിയും ഭർത്താവിനെ കിട്ടും. പക്ഷെ ഈ അമ്മയ്ക്ക് ഇനി മകനെ കിട്ടുമോ? എനിക്കെന്റെ അനുജനെ തിരിച്ചു കിട്ടുമോ? അമ്മാവൻ അതുകൂടെ ആലോചിക്കാത്തത് എന്ത്? ഞാനൊന്നും ആലോചിക്കുന്നില്ല. ആലോചിക്കാൻ എനിക്ക് കരുത്തുമില്ല. എന്റെ കുഞ്ഞിനെ ഈ വേഷത്തിൽ കാണുമ്പോൾ പൊന്നിൽ പൊതിഞ്ഞാണ് ഞാൻ അവളെ ഇങ്ങോട്ട് അയച്ചത്. ഇന്നിതാ ഒഴിഞ്ഞ കയ്യും കഴുത്തുമായി ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വേണ്ട ചേച്ചി, എനിക്കിനി ആഭരണം എന്തിന്? ആരെ കാണിക്കാനാണ്? ഒരു മകളെ എട്ടമ്മേ, എന്റെ പൊന്നു മോളെ, മാപ്പ്. ഈ അമ്മയ്ക്ക് മാപ്പ് തരണേ. ചേച്ചി, അമ്മേ അമ്മേ, ചേട്ടൻ വരുന്നു. ചേട്ടനോ? അതെ, ഗോപിക്കുഞ്ഞല്ലേ? അമ്മേ, 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 എന്റെ മോനെ. അമ്മേ, എനിക്ക് മാപ്പ് തരും അമ്മേ. ഞാൻ അമ്മയെ വളരെ വേദനിപ്പിച്ചു, എല്ലാവരെയും വേദനിപ്പിച്ചു. ഗോപി, നിന്റെ എഴുത്ത് ശരിയാണ് ചേച്ചി. ഞാൻ ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചതാണ്. പക്ഷേ ദൈവം എന്നെ അനുവദിച്ചില്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നടന്ന പരമാർത്ഥം. മരിക്കാൻ ഇറങ്ങി തിരിച്ച എന്നെ ഒരു വലിയ മനുഷ്യൻ കൈപിടിച്ച് രക്ഷിച്ചു. അദ്ദേഹം എന്നെ ഉപദേശിച്ചു, നേർവഴിയിലേക്ക് നയിച്ചു. ഞാനിന്നൊരു പുതിയ മനുഷ്യനാണ്. എനിക്ക് മാപ്പ് തരില്ലേ ചേച്ചി? ഗോപി, നീ മാപ്പ് ചോദിക്കേണ്ടത് എന്നോടല്ല. നീ പോയ നിമിഷം മുതൽക്ക് നെഞ്ചുപൊട്ടി കരയുന്ന പാവം സതി, അവളോടാണ്. സതി, നിന്നെ ഞാൻ കഠിനമായി ദുഃഖിപ്പിച്ചു. നിർദ്ദയം നിന്നോട് പെരുമാറി. അയ്യോ, ക്ഷമിക്കൂ. അങ്ങനെ പറയരുതേ. എനിക്കൊരു പരാതിയുമില്ല. എനിക്കെന്റെ ദൈവത്തിനെ തിരിച്ചു കിട്ടിയല്ലോ. സതി, നിന്നെ സ്പർശിക്കുവാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ഗോപി, നീ അമ്മാവനെ കണ്ടില്ലേ? സതിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്. അമ്മാവ, ക്ഷമിക്കണം. ഞാൻ സതിയോട് ക്രൂരമായി പെരുമാറി. പക്ഷെ അതെല്ലാം കഴിഞ്ഞ കഥ. ഇനി എന്റെ ലക്ഷ്യം അവളുടെ ആനന്ദമാണ്. ആനന്ദം മാത്രം. കുഞ്ഞെ, ഇതിൽ പോലെ ഒരു സന്തോഷം എനിക്ക് എന്താണുള്ളത്? നീയും സതിയും സുഖമായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹവും. നിന്നെ രക്ഷിച്ച ആ മഹാൻ ആരാണ്? അദ്ദേഹം അച്ഛന് ഏറ്റവും അടുത്ത ഒരാളാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അദ്ദേഹമാണ് എന്റെ തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിച്ച് എനിക്ക് മാപ്പ് തന്ന് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഞാൻ നശിപ്പിച്ചതെല്ലാം വീണ്ടെടുക്കുവാൻ, നിങ്ങളോടുള്ള എന്റെ കടമ നിറവേറ്റുവാൻ. ഞാനത് നിറവേറ്റും, നിശ്ചയം. എല്ലാം ഭഗവാന്റെ കാരുണ്യം. എന്നാൽ ഇനി ഞാൻ ഇറങ്ങട്ടെ. ഊണ് കഴിക്കാതെയോ? സതി, ഊണ് തയ്യാറാക്കും, വേഗം. വിശ്വസിക്കാൻ വയ്യാത്ത മാറ്റം. വാസ്തവം, ഒരു പുതിയ മുതലാളി തന്നെ ഇത്. എസ്റ്റേറ്റ് കാര്യമൊക്കെ എത്ര ഭംഗിയായിട്ടാ നോക്കുന്നതെന്ന് അറിയാമോ? കൃത്യ ദിവസം കൂലി. തൊഴിലാളികളോട് എന്തൊരു സ്നേഹമാണ്. നാം എല്ലാം അതിൽ സന്തോഷിക്കേണ്ടവരാണ്. കേളു എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്തോ മിണ്ടാന.
ആ മുതലാളി എന്നെ കണ്ടിട്ട് കണ്ട ഭാവം പോലും നടിച്ചില്ല. എന്തിനെല്ലാം കൂട്ടുന്നവനാ ഞാൻ, അതെല്ലാം മറന്നു. അത് തന്റെ നല്ല കാലം. എടോ കൊടുത്തേ, താൻ അതൊന്നും പോയി ഓർമ്മിപ്പിക്കരുതേ. പണ്ടത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ. ഞാൻ അതൊന്നും മറക്കത്തില്ല ചേട്ടാ. ആ, എന്റെ ആകപ്പാടെ ഉണ്ടായിരുന്ന ഏക ഒരു വൈഫല്യോ കൈവിട്ടു പോയി. അതിൽ പിന്നെ ഞാൻ എവിടെല്ലാം ഒരു വൈഫിന് വേണ്ടി തിരക്കി. ഒരു മരുന്നിന് പോലും ഒന്ന് കിട്ടിയോ? ഏയ്, ഭാസ്കര പണിക്കർ അദ്ദേഹം ഉണ്ടോ ഇവിടെ? മനുഷ്യ, നിങ്ങളോടാ ചോദിച്ചത്. ചേട്ടാ, നിങ്ങൾക്ക് ചെവി കേൾക്കാൻ പാടില്ലേ? എന്നെ അവിടെ വെച്ച് അപമാനിച്ചത് പോരാൻ ഇവിടെയും വന്നിരിക്കുന്നു. എന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട് ഗോപി. ചേട്ടാ, എന്റെ കണ്ണിന് അസുഖമായതുകൊണ്ട് ആളെ ശരിക്ക് കാണാൻ വയ്യായിരുന്നു. ശബ്ദം കേട്ടപ്പോഴാണ് മനസ്സിലായത്. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. എന്റെ കൂടെ ഉടനെ വരികയും വേണം. വരാനോ? എങ്ങോട്ട്? ഓഫീസിലേക്ക്. ഇതാ താക്കോൽ. താക്കോൽ? അതെ, സേഫിന്റെ താക്കോൽ. എസ്റ്റേറ്റ് വീണ്ടെടുത്തു. പക്ഷേ കാര്യങ്ങളെല്ലാം കുഴഞ്ഞിടക്കുകയാണ്. ചേട്ടൻ വേണം അതെല്ലാം ശരിപ്പെടുത്താൻ. ഞാൻ എല്ലാ ചുമതലയും അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. വേണ്ട ഗോപി, നീ തന്നെ നടത്തിയാൽ എനിക്കതിനുള്ള കഴിവൊന്നുമില്ല. അങ്ങനെ പറയരുത് ചേട്ടാ. ഇത് പണ്ടത്തെ ഗോപിയല്ല. ആ ഗോപി ചെയ്ത തെറ്റുകളെല്ലാം തിരുത്താൻ തീരുമാനിച്ച പുതിയൊരു ഗോപിയാണ്. അതിന് ചേട്ടൻ എന്നെ സഹായിക്കണം. ഇത് സത്യമാണോ? അതേ ചേട്ടാ, എല്ലാം ഞാൻ വിവരിച്ചു പറയും. വരൂ. സതി, സതി, എന്താ? ചേച്ചി എവിടെ? ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം. ചേച്ചി, ചേച്ചി, ആരാ വന്നിരിക്കുന്നത് നോക്കൂ. ചേച്ചി, ഇതാ ചേട്ടനെ കൊണ്ടുവന്ന് കയ്യിൽ തന്നിരിക്കുന്നു. ഗോപി, നീ ഇതാണോ ഫോൺ ചെയ്തത്? ഒരു വിരുന്നുകാരൻ വരുന്നുണ്ടെന്ന്. ചേച്ചി, സതി, ഞങ്ങൾക്ക് 2 കപ്പ് ചായ. ഇതാ ഇപ്പൊ കൊണ്ടുവരാം. ഇനിയെല്ലാം ചേട്ടന്റെ ഉപദേശം അനുസരിച്ചായിരിക്കും ഇവിടെ നടക്കുന്നത്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ചേട്ടൻ എന്റെ ചെവിക്ക് പിടിക്കണം. അതെ, അങ്ങനെ തന്നെ വേണം. ആ, അതിരിക്കട്ടെ. അമ്മാവിയുടെ അസുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഗോപി ആള് മാറിയതോടെ എന്റെ അസുഖവും മാറി. അതാ കേട്ടോ, വരുന്നുണ്ട്. നീ വന്നെന്നറിഞ്ഞുകൊണ്ട് ആ സത്യാഗ്രഹികൾ വീണ്ടും വന്നതായിരിക്കും. എങ്ങനെയെങ്കിലും അതൊന്ന് ഒതുക്കി തീർക്ക്. അതിനെന്താ, ഞാൻ പറഞ്ഞു തീർക്കാമല്ലോ. വേണ്ട, നീ ചോദിക്കാൻ പോകണ്ട. അത് അന്വേഷിക്കേണ്ടത് എന്റെ ധർമ്മമല്ല ചേട്ടാ. വേണ്ട ഗോപി, ആ സ്ത്രീയുടെ പിന്നിൽ റൗഡികൾ ഉണ്ടെന്നാണ് കേൾവി. ടീ റെഡി സാർ. തമാശയുടെ കല്യാണം, തമാശയുടെ കല്യാണം, കല്യാണ സത്യാഗ്രഹം, തമാശയുടെ കല്യാണം, തമാശയുടെ കല്യാണം. നമ്മൾ രണ്ടുപേരും മാത്രമായി മുതലാളി ഇപ്പൊ ജയിക്കുന്ന വട്ടം. മറ്റൊന്നുമല്ല, ജയിച്ചു കഴിഞ്ഞു. തൊഴിലാളികളെല്ലാം മുതലാളിയെ ചെൽപ്പയില്ല. കൂലിയെല്ലാം തീർത്തു കൊടുത്തു. എസ്റ്റേറ്റ് ശരിക്കും നടക്കുന്നു. ഇനിയിപ്പോ തൊഴിലാളികൾ ഇതിന് കൂട്ടിയേക്കാൻ നിൽക്കുമോ? ഈ പെണ്ണിന്റെ വാക്കുമായിട്ട് ഇറങ്ങി തിരിച്ച നമ്മളാ ഇപ്പൊ ആപ്പിലായത്. അന്ന് പോയില്ലേ, 2 വിളി വിളിക്കാം. എല്ലാവരും വരുമോ എന്ന് നോക്കാം. കല്യാണ സത്യാഗ്രഹം, തമാശയുടെ കല്യാണം, തമാശയുടെ കല്യാണം, തമാശയുടെ കല്യാണം, തമാശയുടെ കല്യാണം, കല്യാണ സത്യാഗ്രഹം. അങ്ങനെ തന്നെ വിളിക്കണം. കാമാക്ഷിയുടെ കല്യാണം, കാമാക്ഷിയുടെ എന്തെന്നാ കൊച്ചേ ഈ വേണ്ടാത്തത്? കല്യാണമോ? പിന്നെ എന്തിനാ ഈ ഉച്ചയ്ക്ക് ഈ വെയിലും കൊണ്ടോണ്ട് ഈ കുരിശും പിടിച്ചോണ്ട് ഇവിടെ ഇരിക്കുന്നത്? താനാരാ ചോദിക്കാൻ? നിന്റെ തന്ത മനസ്സിലായോ? നോക്ക്, ഞാൻ ആളല്പം മിലിറ്ററിയാ. കഴിഞ്ഞ വാറിന് നിന്നെപ്പോലെ ഞാൻ 100 എണ്ണത്തിനെ തട്ടിയവനാ. വശക്കടായിട്ട് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ എല്ലാം ഭാര്യൻ ഊരിയെടുക്കും. ആ, തൊഴിലാളികളെ തൊട്ട് കളിച്ചാൽ ചങ്കൊളുക്കും. ആരാടാ തൊഴിലാളി? എടാ, പെറ്റി വീണ പിന്നെ ഒരു തൊഴിലും ചെയ്യാതെ ചെമ്മണിയായിട്ട് കിടക്കുന്ന നീയോ, ആണുങ്ങളെ പോലെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഞാനോ? ഇപ്പം പറഞ്ഞ ശരി, നിനക്കൊക്കെ മർദ്ദനം ആവശ്യം. പിന്നെ കൊച്ചേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇതെല്ലാം കളഞ്ഞേച്ച് എസ്റ്റേറ്റ് മാനേജരെ പോയി കണ്ടാൽ ജോലി കിട്ടും, മാനമായിട്ട് ജീവിക്കുകയും ചെയ്യാം. അതോ ഇവിടെ ഇരുന്ന് പട്ടിണി കിടന്ന് ചാകാൻ പോവാണ്?
എനിക്ക് ഇനിയും ജോലി കിട്ടുമോ? കിട്ടും. അതിനു മുമ്പ് യുവന്മാരുടെ കൂട്ടുകെട്ടങ്ങ് വിടണം. സമ്മതമാണെങ്കിൽ എന്റെ കൂടെ വന്നാൽ ഉടനെ ജോലി മേടിച്ച് തരാം. ഈ കുന്ത വിളങ്ങാനിട്ടേക്ക് നമുക്ക് എസ്റ്റേറ്റിലേക്ക് പോകാം. കാമാക്ഷി പോവുകയാണ്. അപ്പൊ ഞങ്ങള് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു കാര്യം ഇതും കുത്തിപ്പിടിച്ചോണ്ട് ഇവിടെ ആരെങ്കിലും വന്ന് കല്യാണം കഴിച്ചോളും. തൊട്ടുപോകരുത്. തൊട്ടാണ്ടാതെ അറിയാവില്ല. സതി, കഴിഞ്ഞതെല്ലാം മറന്നിട്ട് നമുക്കൊരു പുതിയ ജീവിതം ആരംഭിക്കാം. അതിന്റെ ആരംഭമായി ഇതെല്ലാം അണിയൂ. ആഭരണങ്ങളോ? അതെ, നിന്റെ ആഭരണങ്ങളെ കൂടി നശിപ്പിച്ചതിന് ശേഷമല്ലേ ഞാനിവിടെ വിട്ടു പോയത്. അവയ്ക്ക് പകരം കൊണ്ടുവന്നതാണ്. എന്റെ ഏറ്റവും അമൂല്യമായ ആഭരണം തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് ഈ ആഭരണങ്ങൾ എന്തിന്? അങ്ങനെയല്ല, നിന്റെ ഒഴിഞ്ഞ കഴുത്തും കാപ്പണിയാത്ത കൈകളും എന്റെ കഴിഞ്ഞ കാലത്തെ ജീവിതം എന്നെ സദാ ഓർമ്മിപ്പിക്കും. ആ ഓർമ്മ നിശേഷം മറയുന്നതിനായെങ്കിലും നീ ഇതണിയണം. എങ്കിൽ ആ കൈകൊണ്ട് തന്നെ ഈ കഴുത്തിൽ. പാടില്ല സതി, നീ തന്നെ പണിയണം. നിന്നെ സ്പർശിക്കുവാനുള്ള യോഗ്യത ഞാൻ ഇനിയും നേടിക്കഴിഞ്ഞിട്ടില്ല. എന്താണ് ഈ പറയുന്നത്? സതി, നീ നിന്റെ കൈകൊണ്ട് അന്ന് ഊരിയെടുത്തു വന്നതല്ലേ, അതേ കൈകൊണ്ട് നീ തന്നെ ഇതണിയൂ. അത് കണ്ട് എന്റെ കണ്ണ് കുളിർക്കട്ടെ. അങ്ങയുടെ ഇഷ്ടം. എന്താ, കൊള്ളാം? ആശ്വാസമായി, ആനന്ദമായി. നേരം നന്നേ ഇരുട്ടി. ഉറങ്ങണ്ടേ? നീ ഉറങ്ങിക്കൊള്ളു, ഞാനൊന്ന് വെളിയിലേക്ക് പോവാണ്. ഈ രാത്രിയിലോ? അതെ, എന്റെ കുറെ സ്നേഹിതന്മാർ. സ്നേഹിതന്മാരോ? സംശയിക്കണ്ട, പഴയ സ്നേഹിതന്മാരല്ല, എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കുറെ പേർ ഞാൻ മടങ്ങി വന്നതിന് പാർട്ടി നടത്തുന്നുണ്ടായിരിക്കും. അല്ല, പൂജ. ഞാൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന് ഈശ്വരനോട് നന്ദി പറയുന്ന പൂജ. അതിന് പോകാതിരിക്കാൻ പറ്റുമോ? തീർച്ചയായും പോകണം. ഞാൻ കൂടെ വരാം. വേണ്ട. അതെന്താ? അത് പിന്നെ അവിടെ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. അതിനെന്താ, അങ്ങയുടെ കൂടല്ലേ ഞാൻ വരുന്നത്. സതി, ക്ഷമിക്കൂ, നീ വരണ്ട. വരാൻ പാടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. പൂജയ്ക്കല്ലായിരിക്കും പോകുന്നത്. നീ സംശയിക്കുന്ന രീതിയിൽ ഒന്നുമില്ല, എന്നെ വിശ്വസിക്കൂ. വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. ക്ഷമിക്കണം, കാത്തിരുന്ന് ഞാനങ്ങ് മയങ്ങിപ്പോയി. നേരം വെളുത്തു. എന്ത്? രാത്രി മുഴുവൻ കഴിഞ്ഞോ? നല്ല ആള് തന്നെ. എന്ത് ചെയ്യാം, ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. എങ്കിലും ഈ രാത്രി വരാതിരുന്നത് കഠിനമായിപ്പോയി. ഇനിയും ഇതുപോലെ എത്ര രാത്രികൾ ഉണ്ടാകും? അതുപോലാണോ ഈ രാത്രി? നമ്മുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷം തികയുന്ന രാത്രിയല്ലേ? അതിനി തിരിച്ചു വരുമോ? ശരിയാണ്, പക്ഷേ ജോലി തിരക്കിനിടയിൽ അക്കാര്യം ഞാൻ അശേഷം ഓർമ്മിച്ചില്ല. വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമെങ്കിലും ഈശ്വരൻ അതും അനുവദിച്ചില്ല. ഈശ്വരനല്ല സതി, ഞാനൊരു തെറ്റുകാരൻ. നീ എനിക്ക് മാപ്പ് തരില്ലേ? അയ്യോ, ഞാൻ എന്തോ പിച്ചു പറഞ്ഞത് കാര്യമായി കരുതിയോ? രാത്രി മുഴുവൻ ഉറക്കം വെച്ചതല്ലേ? കുളിച്ച് ആഹാരം കഴിക്കൂ. വരണം. എന്ത് വേണം? അറിഞ്ഞൂടായിരിക്കും. ഒപ്പിടാനുള്ള ലെറ്റേഴ്സ് ആണോ? അല്ല, മുദ്ര വയ്ക്കാൻ. മുദ്ര വയ്ക്കാനോ? അതെ. നോൺസെൻസ്. പോയിക്കോളൂ, ഞാൻ വായിച്ചു നോക്കിട്ട് ഒപ്പിട്ടേക്കാം. ഇങ്ങനെ അങ്ങ് പിണങ്ങിയാലോ? പിണങ്ങാനോ? ഞാനെന്തൊരു പിണങ്ങണം? സത്യം പറഞ്ഞാൽ ബാസ് പോയെന്ന് കേട്ടത് മുതൽ എന്റെ കണ്ണു തോർന്നിട്ടില്ല. ആളുകൾ എന്തെല്ലാം പറഞ്ഞ് പരത്തിയെന്നു. ആളുകളല്ലേ പലതും പറയും. ബാസ് ആത്മഹത്യ ചെയ്തെന്നല്ലയോ ആ ദ്രോഹികൾ പറഞ്ഞുണ്ടാക്കിയത്? അത് കേട്ടപ്പോഴും എന്റെ ഈശ്വര, എന്റെ ചങ്ക് തകർന്നുപോയി. സത്യം പറഞ്ഞാൽ ബാസ് ആളാകെ മാറിയിട്ടുണ്ട്. കുറെ കൂടി സുന്ദരനായിട്ടുണ്ട്. താങ്ക്സ്, പോകാം.
നിങ്ങൾക്ക് പോകാമെന്ന്. എനിക്കല്പം ജോലിയുണ്ട്. ഓ, ഒരു ജോലി. പോകാനല്ലേ പറഞ്ഞത്? ഞാനിപ്പോൾ പോകുന്നില്ല. ഗണേഷ്, ഈ സ്ത്രീക്ക് എന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു. പുറത്തുകൊണ്ട് വിട്ടിട്ട് വരൂ. എന്നോടാണ് ഇത്ര വേഗം കൊച്ചേ, കരച്ചിലും പിടിച്ചിലും ഒക്കെ അങ്ങ് വെള്ളിയിൽ ചെന്ന് താൻ ആരോട് എന്നോട് പറയും? അയ്യോ, അറിയത്തില്ലേ, നിന്റെ വല്യമ്മാവൻ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നു, ഒന്നിൽ ഇറങ്ങി പോകണം, അല്ലെങ്കിൽ ഞാൻ കൈക്ക് പിടിച്ച് വെളിയിലിറക്കും. എന്റെ ദേഹത്ത് തൊട്ടുപോയാൽ ഉടനെ ഒന്ന് മുങ്ങിക്കുളിക്കണം. അതെനിക്കറിഞ്ഞൂടെ. ഇറങ്ങാട്ടെന്ന് ഇറങ്ങുന്നു, വന്ന് കേറിക്കോളൂ. എല്ലാ കാര്യങ്ങളും ഏതാണ്ട് ശരിയായി കഴിഞ്ഞു. പണിക്കരി ചേട്ടൻ പഴയതുപോലെ എസ്റ്റേറ്റ് കാര്യങ്ങളെല്ലാം ഭംഗിയായി നോക്കുന്നുണ്ട്. അമ്മയ്ക്കിപ്പോൾ അസുഖമൊന്നുമില്ല. ആകപ്പാടെ നിന്റെ തിരിച്ചുവരവിൽ എല്ലാവരും സന്തുഷ്ടരായി കഴിയുകയാണ്. എന്റെ തിരിച്ചുവരവോ? അല്ല, ചേട്ടന്റെ. അതാണ് എന്റെ കുടുംബത്തെ നാശത്തിൽ നിന്നും രക്ഷിച്ചത്. ബാക്കിയൂടെ വായിക്കുമോനെ. ഇനി ശേഷിക്കുന്നത് രാധയുടെ വിവാഹകാര്യമാണ്. അതും താമസിയാതെ നടത്താമെന്നാണ് എന്റെ വിശ്വാസം. അത് നിശ്ചയിച്ചാലുടൻ നിന്നെ അറിയിക്കും. നീ വന്നിരുന്ന് വേണമല്ലോ അത് നടത്താൻ. ഞാനും. എനിക്കതിന് എന്ത് അർഹതയുണ്ട്? എല്ലാം എന്റെ ചേട്ടൻ തന്നെ നടത്തിയാൽ മതി. സതിയുടെ കാര്യം ഒന്നും എഴുതിയിട്ടില്ലേ? ഉണ്ടമ്മേ, പക്ഷേ എനിക്ക് കേൾക്കാൻ പാടില്ലാത്താണെങ്കിൽ വായിക്കണ്ട. അമ്മയ്ക്ക് കേൾക്കാൻ വയ്യാത്തതായി യാതൊന്നുമില്ലമ്മ എനിക്ക്. സതി കന്യകയായി തന്നെ കഴിയുന്നു. ഗോപി, സതിയെപ്പോലെ സുന്ദരിയും സുശീലയുമായ ഒരുവളെ ഭാര്യയായി കിട്ടിയ നീ പരമഭാഗ്യവാനാണ്. അവളുടെ മുമ്പിൽ മാത്രമാണ് ഞാൻ തളർന്നു പോകുന്നത്. അവൾക്ക് നിന്നോടുള്ള നിഷ്കളങ്ക പ്രേമത്തിന് അല്പം പോലും കുറവ് വന്നിട്ടില്ല. ആ വലിയ സ്നേഹത്തിന് മുൻപിൽ കപടവേഷം കെട്ടി നിൽക്കേണ്ടി വരുന്ന ഓരോ നിമിഷവും ഞാൻ മേറി മേറി ദഹിക്കുകയാണ്, സ്വയം നിന്ദിക്കുകയാണ്. കഴിയുന്നത്ര വേഗം അവളുടെ ആത്മനാഥന്റെ കൈകളിൽ അവളെ ഏൽപ്പിക്കാമല്ലോ എന്ന ആശ്വാസം മാത്രമേ എനിക്കുള്ളൂ. പാവം എന്റെ കുഞ്ഞ്, എന്തൊരു ഭയങ്കര പരീക്ഷണം. പരീക്ഷണമല്ലമ്മേ, അതുല്യമായ ത്യാഗം. ഇതുപോലൊരു ത്യാഗത്തിന് സ്വന്തം കൂടപ്പിറപ്പുകൾ പോലും തയ്യാറാവുകയില്ല. ഒരമ്മയും സ്വന്തം മകൻ ഇത്ര വലിയൊരു പരീക്ഷണത്തിന് പറഞ്ഞയക്കുകയുമില്ല. നമസ്കാരം മുതലാളി. സുരേഷ് വന്നത് നന്നായി. ഞാൻ ഈ കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കുകയായിരുന്നു. അതിന് മുതലാളി എന്തിനും മെനക്കെടണം? കണക്കൊക്കെ ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാം. അത് പോരല്ലോ, കണക്ക് പരിശോധിക്കേണ്ടത് എന്റെയും ആവശ്യമല്ലേ? മുതലാളിയുടെ ഏതാവശ്യവും സാധിച്ചു തരാൻ ഈ സുരേഷ് ഇല്ലേ? ആ, ഞാൻ വന്നത് ഇവിടെ ഒരു പ്രധാന കാര്യം പറയാനാ. എന്താണ്? മുതലാളി ഇവിടെ ഇല്ലായിരുന്നപ്പോൾ ബോംബെയിൽ നിന്ന് 2 ഉരുപ്പടികൾ വന്നിരുന്നു. പത്തരമാറ്റ് തങ്കം. അവരുടെ ആ നടപ്പും ചിരിയും പാട്ടും ആരും കൊതിച്ചു. മുതലാളിക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാ. വന്നപ്പോ മുതലാളി ഇല്ല. പിന്നെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് 500 രൂപ കൊടുത്ത് പറഞ്ഞയച്ചു. അയ്യോ, അവര് പോയോ? എന്ന് വിചാരിച്ച് നിരാശപ്പെടണ്ട. ഒരു കമ്പി അടിച്ചാൽ മതി, ഉടനെ പുറപ്പെടും. വേണമെങ്കിൽ വിമാനത്തിൽ തന്നെ വരുന്ന 1000 രൂപ ഇങ്ങനെ നൽകും. 1000 മതിയോ? ശരി, തൽക്കാലം പോയിക്കൊള്ളു. മുതലാളി, യു ഗെറ്റ് ഔട്ട്. മുതലാളിക്ക് എന്ത് പറ്റി? എന്റെ മുതലാളിയാണോ ഈ പറയുന്നത്? അല്ല, ഇതൊരു പുതിയ മുതലാളി. അത് മനസ്സിലാക്കി വേണം മേലാളിനോട് പെരുമാറാൻ, അല്ലെങ്കിൽ ജോലി തെറിച്ചു പോകും. അയ്യോ, ഇതെന്ത് മാറ്റം മുതലാളി? ഇത് ഞാൻ സുരേഷ്, അറിയാം, നന്നായിട്ടറിയാം. പക്ഷേ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. പോയിക്കോളൂ. എന്താ വല്ലാതെ? ഒന്നുമില്ല. മനസ്സിലായില്ലല്ലോ. എന്ന് മനസ്സിലായില്ലെന്ന്? അതെ, ആരാണ്? കുഞ്ഞ് തമാശ പറയാണോ അതോ? ഒരു പരിചയമില്ലാത്തവരോട് തമാശ പറയുമോ? എന്ത്? ഒരു പരിചയമില്ലെന്ന്? ബേഷ്, കല്യാണം അവിടെ വെളിയിൽ പോയിരിക്കുക. ഇപ്പോൾ വരും. ഇരിക്കണം. വേണ്ട, ശരിയായ സൽക്കാരം കിട്ടിക്കഴിഞ്ഞു. ഓരോ പണിക്കേ പോകാം. ക്ഷമിക്കണം, ഞാനെന്തെങ്കിലും തെറ്റ്? ഏയ്, ഇല്ലില്ലേ, തെറ്റ് ചെയ്തത് ഞാനാണ്. ഉടനെ തിരുത്തിയേക്കും.
ലക്കാരി. അവനെ ആ കൊച്ചിന്റെ തലയ്ക്ക് എന്തോ തകരാറുണ്ടെന്നാ തോന്നുന്നത്. ഇല്ലെങ്കിൽ കുഞ്ഞിനെ കണ്ടിട്ട് കള്ളു കുടിച്ച് ലക്കില്ലാതിരിക്കായിരിക്കും. ഏതായാലും എന്റെ അനിയത്തിയെ ഇവന് വിവാഹം കഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്ത് ഗൃഹപ്പഴയായി. കുടുംബത്തിന്റെ നേരെയുണ്ട് ഇവന്റെ അച്ഛൻ നേരിൽ കണ്ട് മനസ്സിലായി. അവിടെ പോകാം. ആ കല്യാണി അമ്മയെ കണ്ട് ഒരമ്മയെ കണ്ട പോകാം. അമ്മച്ചെ കണ്ടിട്ട് വരുമായിരിക്കും. അല്ല, മോനെ കണ്ടാ തന്നെ ധാരാളമായി. അതെന്താ അങ്ങനെ പറഞ്ഞത്? പറയാതെ എന്ത് ചെയ്യും? ആ കൊച്ചൻ ഇത്ര മര്യാദ കേട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ. ഏറെ കൊച്ചിന്റെ കാര്യമായി പറയുന്നു. നിന്റെ അമ്മച്ചിയുടെ അരുമ കൊച്ചിന്റെ കാര്യം തന്നെ, മധുവിന്റെ. മനസ്സിലായോ? മധുക്കുഞ്ഞ് അദ്ദേഹത്തെ കണ്ടിട്ട് കള്ളുപിടിയും തുടങ്ങിയ മഹാഭാവം. മധുക്കുഞ്ഞിന് അങ്ങനത്തെ യാതൊരു അതായത് പിന്നെ അമ്മച്ചിയുടെ മോൻ മധുക്കുഞ്ഞ്. നീ എന്താ പോലും വന്നത്? നിനക്കും പട്ടിളയോ? ഇല്ലേ, അമ്മച്ചി നേരിട്ട് കണ്ടാൽ കാര്യമെല്ലാം മനസ്സിലാകും. കണ്ടതൊക്കെ മതി. ആ, നിന്റെ അമ്മച്ചിയോട് പറഞ്ഞേക്ക് ഈ കല്യാണ കാര്യങ്ങൾ മറന്നേക്ക്. ഗോപിയാണെന്ന് വിചാരിച്ചു അല്ലേ? ഒന്ന് ചുമ്മാതിരിക്കേ. എന്റെ സതി, ഗോപി തിരിച്ചു വന്നതിൽ പിന്നീട് നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. ഭാര്യയും ഭർത്താവും കൂടി സദാ ഇതിനകത്ത് അടച്ചുപൂട്ടിയിരുന്നാൽ ആരോഗ്യത്തിന് കേടാണ് പറഞ്ഞേക്കാം. ചേച്ചി കാര്യം അറിയാതെ എന്തോ പറയുന്നു. പിന്നെ അല്ലയോ സതി, സത്യത്തിൽ എനിക്കതിൽ എത്രമാത്രം സന്തോഷമുണ്ടെന്ന്. എന്നും നിങ്ങൾ ഇങ്ങനെ കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം. അല്ല, നീ കരയുകയാണോ? എന്താണ് സതി? ചേച്ചി, അദ്ദേഹം വഴക്ക് പറഞ്ഞു. സാരമില്ല ചേച്ചി, കുടുംബമായാൽ കൂടെ കൂടെ കലഹങ്ങൾ ഉണ്ടാകും. അതല്ല ചേച്ചി. പിന്നെ ഞാൻ ചേച്ചിയോട് എങ്ങനെ പറയും? നിനക്ക് എന്നോട് എന്തും പറയാമെന്ന് അറിഞ്ഞുകൂടെ? ചേച്ചി, ഞാൻ ഇന്നും കന്യകയാണ്. സതി, നീ എന്താണ് പറയുന്നത്? വെറും സത്യം ചേച്ചി. അദ്ദേഹം ഒരു രാത്രി പോലും ഇവിടെ കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും കാരണമുണ്ടാക്കി. അങ്ങനെയോ? അവൻ നല്ലവനായെന്ന് പറഞ്ഞിട്ട്? അവനിങ്ങ് വരട്ടെ, ഞാൻ ചോദിക്കാം. വേണ്ട ചേച്ചി, ഇക്കാര്യം ചേച്ചി ചോദിക്കുന്നത് ശരിയല്ല. എങ്കിൽ നീ തന്നെ ചോദിക്കണം. ഇന്ന് തന്നെ ചോദിക്കുമോ? ചോദിക്കുമോ സതി? ചോദിക്കാം. പ്രേമേ, നാളുകൾ കഴിയുന്തോറും എന്റെ സംശയം വർദ്ധിക്കുന്നതേയുള്ളൂ. എനിക്കും സംശയമുണ്ട്. മുതലാളി ആകെ മാറിയിരിക്കുകയാണ്. എത്ര പെട്ടെന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ മാറാൻ കഴിയും? പണ്ടത്തെ മുതലാളിയുടെ ഒരു സ്വഭാവവും ഇല്ല. സത്യം പറഞ്ഞാൽ അടുത്ത് ചെല്ലാൻ പോലും എനിക്ക് പേടിയാണ്. ഇതിലേതോ രഹസ്യമുണ്ട്. അത് കണ്ടുപിടിച്ചാൽ നമ്മൾ ജയിച്ചു. എങ്ങനെ കണ്ടുപിടിക്കാനാണ്? മുതലാളിയുടെ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ, ഗണേഷ്. അയാളെ പിടിച്ചാൽ പരമാർത്ഥം അറിയാം. അയാളൊരു മുരടൻ, പിടിതരുമെന്ന് തോന്നുന്നു. വരട്ടെ. ഈ സുരേഷ് അങ്ങനെ തോൽക്കാൻ നിശ്ചയിച്ചിട്ടില്ല. ഇന്നും പോവുകയാണോ? അതെ, എനിക്ക് അത്യാവശ്യമായ സ്ഥലം വരെ പോകണം. ചിലപ്പോൾ നാളെ മടങ്ങുകയുള്ളൂ. ക്ഷമിക്കണം, എനിക്ക് നേരിട്ട് ചിലത് ചോദിക്കാനുണ്ട്. വിരോധമില്ലെങ്കിൽ. എന്താണ് ചോദിക്കാനുള്ളത്? എന്നോട് ഇത്ര വെറുപ്പ് തോന്നാൻ ഞാൻ എന്ത് ചെയ്തു? വെറുപ്പോ? സതിയോടോ? ആര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? അനുഭവം കൊണ്ട് അറിഞ്ഞാൽ പോരെ. എന്തനുഭവം? എത്ര നാളായി ഈ മുറിയിൽ അന്തി ഉറങ്ങിയിട്ട് എന്നോട് സ്നേഹമായി 10 വാക്ക് സംസാരിച്ചിട്ടുണ്ടോ? അത് പിന്നെ ഞാൻ ജോലി തിരക്കുണ്ട്. വേണ്ട, എന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കണ്ട. സതി, ഞാൻ സത്യമാണ് പറഞ്ഞത്. ഞാൻ അടുത്തു വരുമ്പോഴെല്ലാം അകന്നു മാറുന്നത് ജോലി തിരക്കുകൊണ്ടാണോ? പകൽ സമയത്തല്ലാതെ ഈ മുറിയിൽ കാലുകുത്താൻ മടിക്കുന്നത് ജോലി തിരക്കുകൊണ്ടാണോ? എന്നെ നോക്കൂ. എന്താണ് എന്റെ തെറ്റ്? എന്താണ് എന്റെ കുറവ്? എനിക്ക് സൗന്ദര്യമില്ലേ? യൗവനമില്ലേ? പഠിപ്പില്ലേ? അങ്ങേ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ എനിക്കൊരു ഹൃദയമില്ലേ? എനിക്കെല്ലാം അറിയാം സതി. എങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതുണ്ട്.
എന്നെ ഇഷ്ടമില്ലെങ്കിൽ അക്കാര്യം തുറന്നു പറയണം. അങ്ങയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ വഴിമാറിത്തരാം. സതി, നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച്. എത്ര കാലം ഞാനിങ്ങനെ ഉടുത്തൊരുങ്ങിയും ഉണ്ടുറങ്ങിയും ജീവിക്കണം? ഞാനൊരു സ്ത്രീയല്ലേ, അങ്ങയുടെ ഭാര്യയല്ലേ? എന്റെ വികാരങ്ങൾ അങ്ങ് അറിയാത്തതെന്ത്? മനഃപൂർവം അവയ്ക്ക് പുറംതിരിയുന്നതെന്ത്? പറയൂ, എന്താണ് എന്റെ തെറ്റ്? പറയാം, ഞാനെല്ലാം പറയാം. നിന്നെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി ഇതേവരെ ആ രഹസ്യം പറയാതിരുന്നതാണ്. രഹസ്യമോ? അതെ, എന്റെ പഴയ ജീവിതം നിനക്കറിയാമല്ലോ. അതിന്റെ ഫലമായി വല്ലാത്തൊരു തളർച്ച എന്റെ ശരീരത്തിനാകെ ബാധിച്ചു. ആത്മഹത്യയിൽ നിന്നും എന്നെ രക്ഷിച്ച ആ മഹാൻ ഒരു ഡോക്ടറാണ്. അദ്ദേഹം എന്നെ പരിശോധിച്ചിട്ട് കുറെ നാൾ ദാമ്പത്യ ജീവിതം പാടില്ലെന്ന് പറഞ്ഞു. ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള മരുന്നുകളും അദ്ദേഹം തന്നു. ഇക്കാര്യം എന്നോട് പറയാഞ്ഞതെന്ത്? ഇതെല്ലാം തുറന്നു പറയാൻ എനിക്ക് ലജ്ജ തോന്നി. 1 മാസം കൂടി കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കാലാവധി കഴിയും. അപ്പോഴേക്കും എനിക്ക് പൂർണ്ണ ആരോഗ്യം കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്തെല്ലാം തെറ്റിദ്ധരിച്ചു. എന്നോട് ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എത്ര സമാധാനമായി ഇരിക്കുമായിരുന്നു. അങ്ങയുടെ ആരോഗ്യത്തെക്കാൾ വലുതല്ല എനിക്കൊന്നും. ഇനി അങ്ങ് നിർബന്ധിച്ചാൽ പോലും ഞാൻ അങ്ങയെ സ്പർശിക്കുകയില്ല. 1 മാസമല്ല, 1 വർഷം ഞാൻ സമാധാനമായി കാത്തിരിക്കാം. അറിഞ്ഞ വിശേഷം? മടങ്ങി വന്ന ഗോപി ഒരു പുതിയ ഗോപിയാണ്. എത്ര വേഗം എസ്റ്റേറ്റിലെ കടമെല്ലാം തീർത്തിരിക്കുന്നു. മാത്രവും പണം അടിച്ചു വരികയില്ലേ? ഏതോ വലിയ പണക്കാരൻ പുറകിലുണ്ട്. അതുകൊണ്ട് മാലിനി ഉടനെ ഒന്ന് പോയി കാണും. ഞാൻ പോയാൽ ഗോപി പഴയ കാര്യമെല്ലാം ഓർമ്മിച്ച് ആട്ടി പുറത്താക്കിയാലോ? മാലിനി പിന്നെ എന്തിനീ സൗന്ദര്യം? മാലിനിയുടെ കടക്കണ്ണിൽ നിന്നൊരു പൊള്ളിമീൻ വീശിയാൽ കറങ്ങി വീഴാത്ത പുരുഷനുണ്ട്. എങ്കിലും എന്തോ എനിക്കൊരു വല്ലാത്ത ശങ്ക. ധൈര്യമായി പോകുന്നു. വേണമെങ്കിൽ ഞാൻ കൂടാളെ അയക്കാം. എന്തായാലും പോകണം. പോയി എങ്ങനെയെങ്കിലും ഗോപിയെ പഴയ പോലെ നമ്മുടെ വലയിലാക്കാം. ഹലോ ഡോണി. എന്നെയാണോ? പിന്നെ അല്ലാതെ ആരെ? ജോൺസൺ, നിങ്ങൾ ആരാ? എന്നോട് ഇത്രയും പരിഭവമോ? ശരിയാണ്, ഗോപി തിരിച്ചു വന്നിട്ട് ദിവസം എത്രയായി? ഇതുവരെ ഞാൻ ഇങ്ങോട്ട് വന്നോ? സോറി ഡോളി, ഞാൻ അല്പം ബിസി ആയിരുന്നു. സാവകാശമായി വന്ന് കാണാമെന്ന് കരുതി. അകലെന്ന് സംസാരിച്ചാൽ മതി. നിങ്ങൾ ആരാ? എന്ത് വേണം? നല്ല ചോദ്യം. എനിക്ക് എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടെ? ഓഹോ, കുറെ നാളായില്ലേ, മറന്നുപോയി കാണും. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? വന്ന കാര്യം പറയണം. കളി മതിയാക്കൂ ഗോപി. ഇന്ന് വൈകുന്നേരം ക്ലബിൽ വലിയ ഒരു പാർട്ടി നടത്തണം. ഗോപിയുടെ തിരിച്ചുവരവ് ആഘോഷിക്കാൻ. വേണ്ട, എനിക്ക് ക്ലബുമില്ല, പാർട്ടിയുമില്ല. എന്ത് കാര്യമായി പറയുകയാണോ? ഞാൻ കളി പറയാറില്ല, പ്രത്യേകിച്ചും പരിചയമില്ലാത്തവരോട്. പരിചയമില്ലാത്തവരോ? ഞാനോ? അതെ. പോകണം. ഞാൻ പോകണമെന്നോ? എന്ന് തന്നെ പറഞ്ഞത്. അങ്ങനെ പോകുന്നവനല്ല ഈ മാലിന്യം എന്ന് അറിഞ്ഞുകൂടെ? എങ്കിൽ പ്യൂണിനെ വിളിക്കേണ്ടി വരും. Get out! എന്താ പറ്റുമോ? പറ്റുമോ എന്ന് ചോദിച്ചാ, ഗോപി വലിയ പണക്കാരൻ, പോരെങ്കിൽ തൊഴിലാളികൾ പകരം ചോദിക്കാൻ അങ്ങോട്ട് ചെന്നാ ചിലപ്പോ പുറം കോളമായി പോകും. അയ്യോ, നല്ല ചൊണ. ഇതിനാണോ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടം പോലെ പണം തന്നത്? മലിനി, സമാധാനമായി കേൾക്കൂ. ഗോപി ഇന്ന് പഴയ ആളല്ല. അവനെ നേരിട്ട് എതിർക്കുന്നത് അപകടമാണ്. അതെ. നേരിട്ട് വേണ്ട, ഒളിച്ചായിക്കൊള്ളൂ. എങ്ങനെ ആയാലും ശരി, അയാളെ ഒരു പാഠം പഠിപ്പിക്കണം. അതിനെന്ത് ചെലവാക്കാനും ഞാനുണ്ട്. അങ്ങനെ വിട്ടു പറയണം. പണം കുറെ കൂടെ ചെലവാക്കാമെങ്കിൽ വഴിയുണ്ട്. പണം പണം, മിണ്ടി പോയാൽ പണം. പിന്നെ വെറുതെ ആരെങ്കിലും അടിപിടിക്കും അക്രമത്തിനും വരുമോ? ശരി, ആവശ്യമുള്ള പണം ഞാൻ തരാം. ഗോപിയെ പിടിച്ചുകെട്ടി എന്റെ കാൽക്കൽ കൊണ്ടിടണം. ഏറ്റോ? ഏറ്റു. അവനെ തല്ലിച്ചതച്ച് പൊതിഞ്ഞു കെട്ടി മാലിയുടെ മുമ്പിൽ കൊണ്ടിട്ടത്. എന്താ സുരേഷ്? ജഗദീഷ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്താ ഇതുവരെ പറഞ്ഞത്? നമുക്ക് 2 പേർക്ക് കൂടി അരക്കൈ നോക്കിക്കളെ. അരക്കൈ പോരാ, മുഴുക്കൈ തന്നെ നോക്കണം.
എന്തിനൊളിക്കണം? കുടിക്കേ. ഞാനാരെ? നിന്നെ പ്രസവിച്ച അമ്മയല്ലല്ലോ. എന്നെ എന്തിനു പേടിക്കണം? ആ ഗ്ലാസ് നിറച്ചൊഴിച്ച് ഒറ്റ വീർപ്പിന് കുടിക്കേ. ആരെ ചോദിക്കാൻ? ആരെ പേടിക്കാൻ? അമ്മേ. അമ്മയോ ഞാനോ? ആ വിചാരമുണ്ടായിരുന്നെങ്കിൽ നീ ഇത് വീണ്ടും തുടങ്ങുമായിരുന്നു. ഇത് മൂലമാണ് സകലം നശിച്ചതെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ആത്മഹത്യയുടെ വക്കിലെത്തിച്ചത് ഈ നശിച്ച ശീലമാണെന്ന് നീ തന്നെ സ്വയം സമ്മതിച്ചതല്ലേ? നീ നശിപ്പിച്ചതെല്ലാം നേരെയാക്കാൻ എന്തിനും തയ്യാറായി എന്റെ ബന്ധു പോയിരിക്കല്ലേ? ഇതെല്ലാം മറന്ന്. അമ്മേ മാപ്പ്. ഈ മഹാഭാവിക്ക് മാപ്പ് തരും അമ്മേ. മനസ്സിന്റെ വിഷമം മാറ്റാൻ. മദ്യം ഒരു മരുന്നല്ല മകനെ. ആയിരുന്നെങ്കിൽ മനുഷ്യരെല്ലാം മദ്യപാനികളാകുമായിരുന്നു. കടമകളും ചുമതലകളും മറന്ന് മൂടസ്വർഗത്തിൽ കഴിയാൻ മാത്രമേ മദ്യം മനുഷ്യനെ സഹായിക്കൂ. അതൊരു സഹായമാണോ? ആലോചിച്ച് നോക്ക്. മദ്യത്തിന് അടിമയായിരുന്നില്ലെങ്കിൽ നീ ഇന്നിവിടെ ഇങ്ങനെ കഴിയേണ്ടി വരുമായിരുന്നു. നിന്റെ അമ്മയും കൂടപ്പുറപ്പുകളും കണ്ണുനീർ പൊഴിക്കേണ്ടി വരുമായിരുന്നു. എന്റെ മകൻ എന്നെ വേർപിരിഞ്ഞ് നിന്റെ വീട്ടിൽ പോയി കള്ളവേഷം കെട്ടി കഴിയേണ്ടി വരുമായിരുന്നു. ശരിയാണമ്മേ. ഞാനിനി ഒരിക്കലും മദ്യം തൊടില്ല. അമ്മയുടെ പാദങ്ങളാണ് സത്യം. ഞാൻ കുറച്ച് രൂപ അഡ്വാൻസ് ചോദിച്ചിരുന്നു. തരാൻ നിവൃത്തിയില്ല. എന്നാര് പറഞ്ഞു? ഇപ്പോൾ ഞാനല്ലേ പറയുന്നത്. ഞാൻ എന്റെ ശമ്പള തുകയാണ് അഡ്വാൻസ് ആയി ചോദിച്ചത്. നിങ്ങൾ ഇപ്പോൾ തന്നെ 5000 രൂപയോടെ തരാനും അത് കുറേശ്ശെ നിങ്ങൾ ശമ്പളത്തിൽ നിന്ന് എടുക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആര് നിശ്ചയിച്ചു? അധികാരമുള്ളവർ. അതാരെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ചോദിക്കാൻ നിങ്ങളല്ലേ? ഞാൻ ആരെന്ന്? പഠിക്കരുത് സാർ. സുരേഷിനെ നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. അറിഞ്ഞു വരുന്നു. ശരി, ഞാൻ മുതലാളി ഒന്ന് കാണും. വേണ്ട, അതിനുവേണ്ടി ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാ, ഇത് നിങ്ങൾക്ക് തരാൻ മുതലാളി എന്നെ ഏൽപ്പിച്ചതാണ്. എന്നെ സസ്പെൻഡ് ചെയ്തു? അതെ. ഈ 5000 രൂപ അടച്ചു തീരുന്നത് വരെ നിങ്ങൾ സസ്പെൻഷനിലാണ്. ഇതെല്ലാം നിങ്ങളുടെ പണിയാണല്ലേ? നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുവനാ? എന്ത് ചെയ്യുമെന്ന് ആരാ ചോദിക്കും? എടാപോടാന്ന് വിളിക്കാനുണ്ടല്ലോ. ഞാൻ ആളല്പം പെശക. ഇത് കണ്ടോ? ചീർക്കി പിടിച്ച് തഴമ്പിച്ച കൈയാണ്. ഇതുകൊണ്ടൊന്ന് മേടിച്ചാലേ ചിലപ്പോ കാറ്റ് പോയെന്ന് വരും. ഈ സുരേഷിനെ ഇങ്ങനെ അവമാനിച്ചതിന് സാറേ, എന്താടാ? വേണം വേണം, തീർച്ചയായും വേണം. നീ മുതലാളിയുടെ പുറകെ നടന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? എന്നെ കണ്ട ഭാവമുണ്ടോ? ശരിയാ, പക്ഷേ ഒരു പക്ഷേയുമില്ല. ഇന്ന് ഗോപി നിന്നെ മാറ്റിയിട്ട് നിന്റെ സ്ഥാനത്ത് ആ ഡ്രൈവർ ഗണേശനെ വെച്ചിരിക്കുക. നീ സൂത്രത്തിൽ പോയി അവരുടെ സംഭാഷണം ശ്രദ്ധിക്കണം. ആ, വണ്ടി വരുന്നുണ്ട്. സാറേ, എന്താടാ? ഇന്ന് തന്നെ വേണം 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 വേണം. എന്നെ കൊല്ല്. ഗണേഷ്, ഈ എഴുത്തിപ്പോ തന്നെ പോസ്റ്റ് ചെയ്തേക്കും. വീട്ടിലേക്കുള്ളതാണ്. എടാ മഹാഭാവി, അയ്യോ എന്റെ കാൽ ഒടിച്ചു കളഞ്ഞോളാ. ഇനി ഗണേശനോട് കളിച്ചാ നിന്റെ കഴുത്തേനോടിക്കും. എടിക്കാൻ മേല. അയ്യോ, ഓടാൻ മേല. എന്താ ഗോപി? എന്താ ഈ ബഹളം? ഇവരോട് ചോദിക്കൂ. ഈ പാതിരാത്രിയിൽ പൂന്തോട്ടത്തിൽ പോയെന്തിരുന്ന്? നീ എവിടെ പോയതാടി? ഈ കൊച്ചൻ കൊച്ചനോ? ഇവൻ കാര്യത്തിൽ കൊച്ചനല്ല, കൊമ്പിച്ചവനാ. ഈ കാര്യം നേരെ ചൊവ്വേ പറയടാ. ഇനിയും പറഞ്ഞു തരണോ? കണ്ടില്ലേ കള്ളൻ നിന്ന് വിറക്കുന്നത്? കള്ളനോ? സാധാരണ കള്ളനല്ല. അയ്യോ, അല്ല, ഞാൻ ശബ്ദിക്കരുത്.
അണങ്ങിപ്പോരുത്. നിന്നെ ഞാൻ... ഗോപി, ഇവൻ അങ്ങേതിൽ കേശവമേനോന്റെ മകനല്ലേ? ഗോപി, സാഹസമൊന്നും കാണിക്കരുതേ. അതല്ല ഇവിടെ തന്നെ കൊണ്ടുവന്നത്, ഇല്ലെങ്കിൽ പോലീസ് ഏൽപ്പിക്കുമായിരുന്നില്ലേ? ആരും തടസ്സം പിടിക്കേണ്ട. എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. അയ്യോ ചേട്ടാ. മിണ്ടാതിരി. ഇന്നാട്ടിലെ വമ്പിച്ച പണക്കാരന്റെ ഓമന പുത്രൻ കോളേജ് കുമാരൻ. അയ്യോ മോനെ, അവനെ ഒന്നും ചെയ്യരുതേ. കൊള്ളാവുന്നിടത്ത കൊച്ചിനല്ലേ, പൊയ്ക്കോട്ടെ. പോകാനോ? വെറുതെ അങ്ങ് പോകാനോ? കൊള്ളാം. ഇവൻ കാട്ടിയ അനാവശ്യത്തിന് ശിക്ഷിക്കാതെ വിടാനോ? നടന്നത് നടന്നു. ഇനി കൂടുതലൊന്നും വഷളാക്കാതെ. അതേ മോനെ. ആഹാ, അങ്ങനെയൊന്നും ഞാൻ അടങ്ങില്ല. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം. പറയാമേ. നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. അതെ, നിന്റെ അച്ഛൻ ഇത് വല്ലതും അറിയാമോ? അറിഞ്ഞുകൂടാ. അറിഞ്ഞാൽ എതിർക്കുമല്ലോ. എന്റെ ഇഷ്ടത്തിനെതിരായി എന്റെ അച്ഛനൊന്നും ചെയ്യില്ല. ആഹാ, നിശ്ചയമാണോ? അതെ. എങ്കിൽ നാളെ ഞാൻ നിന്റെ അച്ഛനെ കാണാൻ വരുന്നുണ്ട്. എന്തെന്നറിയാമോ? അറിഞ്ഞുകൂടാ. നിങ്ങൾ തമ്മിലുള്ള വിവാഹം തീർച്ചപ്പെടുത്താൻ. എന്റെ ഈശ്വര, ഇത് പറയാനാണോ ഈ ബഹളം കൂട്ടിയത്? ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. ഒരു കാര്യം നീ സദാ ഓർമ്മിക്കണം. സതി ഗോപിയുടെ ഭാര്യയാണ്, നിന്റെ സഹോദരി. ഇന്നെങ്കിലും നിന്റെ മുഖം ഒന്ന് തെളിഞ്ഞല്ലോ. 10 ദിവസം കൂടെ കഴിഞ്ഞാൽ സ്വന്തം വീട്ടുകാരും ഒന്നിച്ച്. അങ്ങനെ പറയരുതമ്മേ. പിറന്ന വീടിനേക്കാൾ എനിക്ക് ഉതകിയത് ഈ വീടാണ്. പെറ്റമ്മയേക്കാൾ എന്നെ സ്നേഹിച്ചത് ഈ അമ്മയാണ്. ചേട്ടൻ നിർബന്ധമായി എഴുതിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വിട്ടു പോകുന്നത്. പോകണം കുഞ്ഞെ. എന്നെ പോലെ ഒരു അമ്മ അവിടെയും കാത്തിരിക്കുന്നില്ലേ? പോരെങ്കിൽ നിന്റെ ചേച്ചിയും രാധയും സതിയും. അവരെയെല്ലാം എന്റേതാക്കി തീർത്തത്. അതൊന്നും സാരമില്ല. ഞാനും മധുവും ചെയ്തത് ഞങ്ങളുടെ കടമ മാത്രം. അത് പോകട്ടെ, 15-ാം തീയതി വെളുപ്പിന് കാർ അയക്കുമെന്നല്ലേ അവൻ എഴുതിയിരിക്കുന്നത്? അതെ. ഞാൻ അവിടെ എത്തിയാലുടൻ ചേട്ടൻ ആ കാറിൽ ഇങ്ങോട്ട് മടങ്ങിപ്പോരും. അങ്ങനെ എനിക്ക് വേണ്ടി ചേട്ടൻ നടത്തിയ നാടകം മംഗളമായി കലാശിക്കും. അയ്യോ, അങ്ങനെ നിൽക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. എന്താ? അല്ല, ഞാൻ കാരണം അങ്ങയുടെ മനസ്സിന് ഒരു ഇളക്കം ഉണ്ടാകരുതെന്ന്. അത്രയേ ഉള്ളൂ. സതി, ഡോക്ടർ പറഞ്ഞ കാലാവധി തീർന്നു. ഇന്ന് രാത്രി പുതിയൊരു ഗോവി നിന്റെ മണിയറയിൽ പ്രത്യക്ഷപ്പെടും. സമയമായി മോനെ, പുറപ്പെടൂ. അമ്മേ, ഇവിടെ വരുന്നതുവരെ സ്നേഹമെന്തെന്നറിയാതെ ജീവിച്ച സ്വാർത്ഥനായിരുന്നു ഞാൻ. ഇവിടെ വെച്ചാണ് സ്നേഹത്തിന്റെ മാധുര്യം ഞാൻ അനുഭവിച്ചത്. അല്ല കുഞ്ഞെ, നിന്നെ സ്നേഹിച്ചവർ അവിടെയും ധാരാളമുണ്ട്. പക്ഷെ നീ അതറിഞ്ഞില്ലെന്ന് മാത്രം. ആ സ്നേഹത്തിന് പകരം നീ അവരെ സ്നേഹിച്ചാൽ നിന്റെ ജീവിതം ഭദ്രമാകും. ഇതിനെല്ലാം ഇടയാക്കിയ അമ്മയോടുള്ള വലിയ കടപ്പാടിന്റെ മുമ്പിൽ... മകനെ, നിനക്കെന്നോട് ഒരു കടപ്പാടുമില്ല. നിന്റെ അച്ഛനോടുള്ള കടമ ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. നിന്റെ കുടുംബത്തോടുള്ള കടമ നിർവഹിക്കാൻ നീയും മടിക്കരുത്. എന്റെ മോൻ ധൈര്യമായിട്ട് പോകും. ഇതുവരെ കണ്ടില്ലല്ലോ. നീ കണ്ടത് വേറെ വല്ലവരെയായിരിക്കും. സാർ എന്തോന്നാ ഈ പറയുന്നത്? ഗോവി മുതലാളിയുടെ ഡ്രൈവർ ഗണേശനെ എനിക്ക് അറിഞ്ഞുകൂടി. അയാൾ ഈ വഴിയിലൂടെ മുതലാളിയുടെ കാറ് അടിച്ചു പറത്തിക്കൊണ്ട് പോകുന്നത് ഈ കണ്ണുകൊണ്ടല്ലയോ കണ്ടത്? അകത്ത് ഗോപി ഉണ്ടായിരുന്നു. ഉള്ളത് പറയാമല്ലോ. മുതലാളിയെ കണ്ടില്ല.
ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ അയാൾ കാർ കൊണ്ട് പോകുമോ? കുറച്ച് സമയം കൂടെ നോക്കാം. ശരി. അതാ ദൂരെ നിന്നൊരു കാർ വരുന്നു. എന്താ എന്തിനാ വണ്ടി കൈയാണിച്ച് നിർത്തിയത്? പിന്നെ ഞങ്ങളുടെ വണ്ടിയിലെ പെട്രോൾ തീർന്നുപോയി. ഓഹോ, ഒരാൾ ടിന്നുമായി കൂടെ പോരും. അടുത്ത പെട്രോൾ പമ്പിൽ ഇറക്കിയേക്കാം. വേണ്ടേ, ഞങ്ങൾ ആളയച്ചിട്ടുണ്ട്. എന്നിട്ടാണോ എന്റെ വണ്ടി നിർത്തിയത്? അത് പിന്നെ അതായത് അയാൾ വരുന്ന വണ്ടിയാണെന്ന് വിചാരിച്ചു. നിന്റെ മറ്റും ഭാവം കണ്ടിട്ട് കള്ള ലക്ഷണമാ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ അത്യാവശ്യമായി ആശുപത്രി വരെ ഒന്ന് പോവുകയായിരുന്നു. ഡ്രൈവർ, ഇത് വേലിയിൽ കിടന്ന് പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ട പോലായി. ഏതായാലും ഞാൻ അവിടെ പോയി കാത്തിരിക്കാം. ഗോപി വന്നാലുടൻ നിങ്ങളെ കൊണ്ടുവന്നേക്കണം. എടോ, ആ കാർ തന്നെ പറ്റിച്ചു. വേഗം വിടും. വേഗം കയറി. നടയടാ. നടക്കൂ. മര്യാദയ്ക്ക് കയറും. ഗോപി, നീ ഇപ്പൊ എവിടെ പോകുന്നു? അമ്മേ, എനിക്ക് അത്യാവശ്യം ഒരാളെ കാണണം. ഞാൻ പോയിട്ട് ഉടനെ വരാം. പോകാനോ? ഇപ്പോഴോ? കൊള്ളാം. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? അവൻ ചുമ്മാ കളി പറയാമേ, നമ്മളെ പേടിപ്പിക്കാൻ. അല്ല ചേച്ചി, എനിക്ക് പോകണം. വരന്റെ പാർട്ടി ഉണ്ടെന്ന് നിൽക്കുമ്പോഴേക്ക് ഞാൻ മടങ്ങി വരാം. എന്താണ് ഇത്ര അത്യാവശ്യം? അതെല്ലാം വന്നിട്ട് പറയാം. എനിക്ക് പോയേ തീരൂ. മുഹൂർത്തത്തിന് മുമ്പ് ഞാനിങ്ങെത്തും. സംശയിക്കണ്ട. ഇവൻ എവിടെ പോകുന്നു? സതിയെ കണ്ടത് നന്നായി. ഞാനൊന്ന് അത്യാവശ്യമായി പുറത്തേക്ക് പോയാ. അയ്യോ, പോകാനോ? മുഹൂർത്തത്തിന് സമയമായല്ലോ. ഉടനെ മടങ്ങി വരും. ഒരാൾ കൂടി വരാനുണ്ട്. മറ്റാരെങ്കിലും അയച്ചാൽ പോരെ? ഇല്ല സതി, ഞാൻ തന്നെ പോകണം. വിഷമിക്കേണ്ട. മുഹൂർത്തത്തിന് മുമ്പ് നിന്റെ ഗോപി നിന്റെ അരികിലുണ്ടായിരിക്കും. നിശ്ചയം. വരട്ടെ. ഇറങ്ങടാ. വിടാനാ? സുരേഷ്, എന്താ നിന്റെ അർത്ഥം? അർത്ഥവും അനർത്ഥവും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. കാര്യം എന്താണെന്ന് പറയൂ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാൻ തന്നെയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഒരിക്കലും മറക്കാത്ത രീതിയിൽ മനസ്സിലാക്കുക. എന്നോട് ചെയ്തതിനെല്ലാം പകരം ചോദിക്കാൻ. ഞാനോ? ഞാൻ എന്ത് ചെയ്തു? അറിഞ്ഞുവിടാ അല്ലേ? എന്നെ എസ്റ്റേറ്റിൽ നിന്ന് മാറ്റി പുറത്താക്കിയപ്പോൾ കരുതേണ്ടിയിരുന്നു എന്നെങ്കിലും എന്റെ കയ്യിൽ വന്നു വിടുമെന്ന്. സുരേഷ്, നിങ്ങൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച്. ഉരുട്ടാതെ. എന്റെ കയ്യിൽ അകപ്പെട്ടപ്പോൾ നല്ല വിളയമഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. ലക്ഷ്മി, മുഹൂർത്തത്തിന് സമയമായെന്നും പറഞ്ഞു വരന്റെ ആളുകൾ ബഹളം വെക്കുന്നു. നീ എന്ത് പെണ്ണെ കൂട്ടിക്കൊണ്ട് വരൂ. ഗോപി വന്നില്ലല്ലോ. അവൻ ഈ സമയത്ത് പറഞ്ഞയച്ച എന്തിനെ? ഞാൻ കണ്ടിരുന്നുവെങ്കിൽ. ഗണേഷ്, എന്ത് പറ്റി? അപകടം കുഞ്ഞെ, അപകടം. സുരേഷിന്റെ ആൾക്കാര് ഗോകുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയി. ഈ സുരേഷ് നിനക്ക് വേണ്ടി ചെയ്തതെല്ലാം നീ മറന്നുപോയി. 5000 രൂപ ഞാൻ അധികം പറ്റിയില്ലേ? എന്നാൽ ഇതുകൂടി ഇരിക്കട്ടെ. മര്യാദയ്ക്ക് പ്രോനോട്ടിലൊക്കെ വയ്ക്കും. ഈ ജന്മമില്ലടാ ദ്രോഹി. ഇല്ലേ? ഇല്ലടാ. എന്നെ കൊന്നാലും ഞാൻ ഒപ്പുവയ്ക്കില്ല. കൊല്ലാൻ? ഞാൻ അത്രയ്ക്ക് മഠനാണ്.
നിന്റെ ദേഹത്തെ ഓരോ എല്ലും ഞാൻ ഇടിച്ചു കുടിക്കും, ഓരോ ഞരമ്പും തല്ലിച്ചതയ്ക്കും. നരകവേദന അനുഭവിച്ച് നിലവിളിച്ചുകൊണ്ട് നീ ഇതിൽ ഒപ്പുവെക്കും. ഇവനെ തൂണിൽ പിടിച്ചേട്ടും. ഗോപി, ഇനി പോകൂ. മുഹൂർത്തത്തിന് സമയമായി. സകലരും നിന്നെ കാത്തിരിക്കുകയായിരിക്കും. ചേട്ടാ, ഇതിനെല്ലാം കാരണക്കാരനായ ചേട്ടൻ വീട് വരെ ഒന്ന് വരാതെ പോകുന്നത് പാടില്ല ഗോപി. സതിയുടെ കാര്യം നീ മറന്നുപോയോ? ഈ ആൾമാറാട്ടത്തിന്റെ കഥ അവൾ അറിഞ്ഞാൽ അവളുടെ മനോനില എന്തായിരിക്കുമെന്ന് ആലോചിക്കൂ. പരമസാധുവായ അവളെ നിത്യദുഃഖത്തിനിരയാക്കാൻ. ഗോപി വന്നു. താമസിച്ചു പോയെന്ന് ഭയന്ന് ഞാൻ ഓടി വരികയായിരുന്നു. ലക്ഷ്മി, വേഗം നിന്റെ പെണ്ണെ കൂട്ടിക്കൊണ്ടു.